വെൽക്കം ഫ്രണ്ട്സ്, ഞാൻ സോബി. ട്രേഡിംഗ് സീക്രട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓർഡർ ബ്ലോക്ക് വെച്ചിട്ടുള്ള എൻട്രി സെനാരീസിലേക്ക് നമ്മൾ നോക്കുകയാണ്. പക്ഷേ ഇതിനകത്ത് എൻട്രി കിട്ടുക എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഈ റിയൽ ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് ട്രേഡ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ റിയൽ ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ആണെങ്കിൽ ബൈയിങ് സെനാരിയിലേക്ക് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് എന്താണ്, നമ്മൾ പഠിക്കാൻ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ട്രേഡിംഗ് സെറ്റപ്പ് ഫോം ചെയ്യുന്നതിന് മുന്നേ തന്നെ അതൊരു വാലിഡ് ഓർഡർ ബ്ലോക്ക് ആണോ അല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓൾറൈറ്റ്, അപ്പം ഓർഡർ ബ്ലോക്ക് കറക്റ്റ് ആണോ എന്ന് നമുക്ക് എങ്ങനെ ഈ ചാർട്ടെ നോക്കി മനസ്സിലാക്കി എടുക്കാൻ പറ്റും, അതാണ് ആദ്യത്തെ ടാസ്ക്. അതിനുശേഷമാണ് എൻട്രി വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് അവിടെ കാണേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേറ്ററി വീഡിയോ ആണ്. പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എൻട്രി സെനാരിയോസും കാണിക്കുന്നുണ്ട്. ഇതൊരു ബൈ ചെയ്യാനോ അല്ല സെൽ ചെയ്യാനുള്ള ഒരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ല, ഇതൊരു എഡ്യൂക്കേഷണൽ വീഡിയോ ആണ്. ജസ്റ്റ് ഒന്ന് നമുക്ക് മാർക്കറ്റിലെ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയൊക്കെയാണ് മാർക്കറ്റിൻ്റെ നാവിഗേഷൻ വരുന്നത്, പ്രൈസ് ആക്ഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പോകുന്നതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം മേ ബി ഇതൊരു 1-2 പാർട്ടുകൾ കൂടുതൽ നമുക്ക് വേണ്ടി വരുമായിരിക്കും. ബിക്കോസ് നമുക്ക് ബൈ സൈഡിലേക്കുള്ള എൻട്രി വേണം, സെൽ സൈഡിലേക്കുള്ള എൻട്രി വേണം. എവിടെയെല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് ഓർഡർ ബ്ലോക്കിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എൻട്രിയിൽ കയറാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാർട്ടിലേക്ക് പോകാം. സോ ഇന്നത്തെ ദിവസം 17 ജൂലൈ 2025 ഇന്നാണ് നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇതിന് ശേഷം ചാർട്ടില്ല, ഇങ്ങോട്ട് കണ്ടോ, അതിന് ശേഷം ചാർട്ടില്ല. അപ്പം 17 ജൂലൈ 2025 അപ്പോൾ നമുക്ക് നമ്മളുടെ സെബിയുടെ റൂൾ പ്രകാരം നമുക്ക് കുറച്ച് പുറകോട്ട് പോകാം. ലാസ്റ്റ് നമുക്ക് ചാർട്ട് എത്ര വരെ കിട്ടുന്ന അവിടെ വെച്ച് നമുക്ക് തുടങ്ങാം. സോ നമുക്ക് ഒരു 3-4 മാസം പുറകോട്ട് പോയി നമ്മളിവിടെ പുറകോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്ന് നോക്കുമ്പോൾ നമുക്കിവിടെ നമ്മൾ ചാർട്ട് കട്ട് ചെയ്യാം, ഇവിടെ വെച്ചാൽ ഓൾറൈറ്റ്. അപ്പോൾ ഇങ്ങനെ ചാർട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൈസ് ആക്ഷനകത്ത് 3-4 ടൈപ്പ് ഡിഫറെൻറ്റ്, നമ്മൾ പ്രൈസിൻ്റെ ആക്ടിവിറ്റി എങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് ആദ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓൾറൈറ്റ്, അപ്പം ഓർഡർ ബ്ലോക്ക് സംഭവിക്കുക എന്ന്, മാർക്കറ്റിൽ ഓർഡർ ബ്ലോക്ക് ഫീഡ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അതൊരു വാലിഡ് ഓർഡർ ബ്ലോക്ക് ആണോ എന്ന് നമുക്ക് മനസ്സിലാകുന്നതിന് മുന്നേ തന്നെ നമ്മൾ നോക്കണം അതിൻ്റെ ഫീച്ചർ എന്താണെന്ന്. ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് പ്രൈസിൻ്റെ ആക്ഷൻ നേരെ ഇങ്ങനെ വരുന്നു, പിന്നെ പ്രൈസ് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നു. ഓൾറൈറ്റ്, പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്ത് മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ഇങ്ങനെ പോകുന്ന പോക്കിൽ എന്താണ് സംഭവിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് ഒരു സെല്ലിംഗ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കും അല്ലേ. ആ ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ മിറ്റിഗേഷൻ നടക്കാതെ ഇംബാലൻസസോട് കൂടി, അല്ലെങ്കിൽ ഇംബാലൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇംബാലൻസോട് കൂടി ഒരു സൈഡിലേക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് കയറി നേരെ മുകളിലോട്ട് പോയിട്ട് പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും നേരെ മുകളിലോട്ട് പോയിട്ട് വീണ്ടും പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ആ ഒരു ജേർണി കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കറക്റ്റായിട്ട് ചാർട്ടിൽ മനസ്സിലാക്കാൻ പോകുന്നത്. ഓൾറൈറ്റ്, അപ്പം ചാർട്ടിൽ കാണിക്കുമ്പോൾ അത് കൂടുതലായിട്ട് നമുക്ക് വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എങ്ങനെയാണത് മനസ്സിലാകുന്നത്. സോ ഇതിനകത്ത് നമ്മൾ ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ ഐഡൻറ്റിഫൈ ചെയ്യണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇംബാലൻസ് അറ്റ് ദ ടൈം ഓഫ് ഓർഡർ ബ്ലോക്ക് ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കാം. ബിക്കോസ് ഒരു ഹ്യൂജ് സം ഓഫ് മണിയുടെ ഓർഡർ പ്ലേസ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ഒരു പുഷ് വരും. അപ്പോൾ ആ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത് ഇംബാലൻസോട് കൂടി മുകളിലേക്ക് 1-2 ക്യാൻഡിൽസ് നേരെ പോകും. അപ്പോൾ ഒരിക്കലും പ്രൈസ് ആക്ഷൻ നമ്മൾ നോക്കുമ്പോൾ പ്രൈസിൻ്റെ ആക്ഷൻ ഒരിക്കലും താഴേക്ക് വരരുത്. അതായത് പ്രൈസ് ഇങ്ങനെ മുകളിലോട്ട് പോയി, അതിനുശേഷം നേരെ ഇങ്ങനെ താഴോട്ട് വരരുത്. ഇങ്ങനെ വന്ന് ഇവിടെ എന്തെല്ലാം ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും ഇവിടെ ഓർഡർ ബ്ലോക്ക് ഇല്ല എന്നുള്ളതാണ് അർത്ഥം. അതിനുശേഷം മേ ബി ഇങ്ങനെ പോയെന്നിരിക്കാം. പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഇൻറ്റേർണലി ഇങ്ങനെ പ്രൈസ് പുൾ ബാക്ക് ചെയ്യുമ്പോൾ അത് ചാർട്ടിൽ കാണിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാവുള്ളൂ. അപ്പം ഇങ്ങനെ പ്രൈസിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും പ്രൈസ് ഇങ്ങനെ താഴെ ഇങ്ങനെ പോകുമ്പോഴത്തേനും അതൊരു പ്രോബ്ലമാറ്റിക്കാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് എവിടെയാണ് ഓർഡർ ബ്ലോക്ക്. അപ്പം 3-4 കീ പോയിൻറ്റ്സ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. എന്താണത്, ഇവിടെ നോക്കണം. ഫസ്റ്റ് നമ്മൾ നോക്കുകയാണ്, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പ്രൈസ് താഴേക്ക് വന്നിട്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ പറഞ്ഞ പ്രകാരം പ്രൈസ് മുകളിലോട്ട് പോകണം. അപ്പം മുകളിലോട്ട് പോകുമ്പോഴത്തേനും വീണ്ടും പ്രൈസ് താഴോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ പ്രൈസ് മുകളിലേക്ക് പോയി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ കാണേണ്ടത്, ഒരു ലാസ്റ്റ് ഒരു സെല്ലിംഗ് ക്യാൻഡിൽ കാണണം. അത് നാച്ചുറലി എപ്പോഴും ഏതെല്ലാം ലോയിലാണെങ്കിലും നമുക്കൊരു സെല്ലിംഗ് ക്യാൻഡിൽ കിട്ടും, സെല്ലിംഗ് ക്യാൻഡിൽ. ഓക്കെ, ദെൻ അതിനുശേഷം എന്താണ് കാണേണ്ടത്, ഒരു ഇംബാലൻസ് കാണണം. ഓൾറൈറ്റ്, പിന്നെ നമുക്കൊരു പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടണം, പുൾ ബാക്ക്. പിന്നെ മാർക്കറ്റ് വൺ ഡയറക്ഷൻ മുകളിലേക്ക് ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം, ഹയർ ഹൈ. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് നമ്മൾ ഓർഡർ ബ്ലോക്കിനെ ഒരു സെല്ലിംഗ് ക്യാൻഡിൽ. ഓക്കെ, അപ്പോൾ ഇതൊരു സെല്ലിംഗ് ക്യാൻഡിലാണ്. അപ്പം ഈ സെല്ലിംഗ് ക്യാൻഡിൽ അതിന് ശേഷം നമുക്ക് വേണ്ടതാണ് ഇവിടെ പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടണം. ഈ ഒരു കേസിൽ
പുൾ ബാക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടോ? ഇല്ല, ബിക്കോസ് പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോ എടുത്തിട്ടില്ല അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് പുൾ ബാക്ക് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്കിത് സെല്ലിംഗ് ക്യാൻഡിലല്ല, ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിലല്ല. സോ നമുക്ക് ഇവിടെ നോക്കാം, അടുത്ത എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. സോ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ലാസ്റ്റ് ഇതാണ് ലോവസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഏതാണ്? ഇതായിരുന്നു അല്ലേ. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം എന്ത് ചെയ്തു? ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അല്ലേ. ക്രിയേറ്റ് ചെയ്യുന്ന പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. പ്രൈസ് ആക്ഷൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ആക്ച്വലി പുൾ ബാക്കാണ് അല്ലേ. അപ്പം ഇവിടെ പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇതാണ് ലാസ്റ്റ് ലോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ക്യാൻഡിൽ ആ സമയത്ത് അല്ലേ. അപ്പോൾ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ഇത് പുൾ ബാക്ക് അല്ല, ഓർഡർ ബ്ലോക്ക് അല്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇത് ഫെയിൽ ആകാനുള്ള കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ക്യാൻഡിൽ അപ്സൈഡ് വന്നു അല്ലേ, ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടോ ആ ഒരു പുഷിൽ? ഇല്ല. പക്ഷേ പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടോ? ഇവിടെ ആക്ച്വലി ഇവിടെ പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അല്ലേ. ഇതൊരു പുൾ ബാക്കാണ് ആക്ച്വലി, ഇതുണ്ടോ, ഇത് കറക്റ്റായിട്ടും പുൾ ബാക്കാണ്. അതിനുശേഷം പ്രൈസ് പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം പ്രൈസിൻ്റെ ആക്ടിവിറ്റീസ് ആക്ച്വലി എന്താണ് സംഭവിക്കേണ്ടത്? പ്രൈസ് നേരെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പുൾ ബാക്കിന് ശേഷം പ്രൈസ് ഇതിങ്ങനെ വന്നു, അതിനുശേഷം ഇങ്ങനെ മുകളിലോട്ട് പോകണം. അതിന് പകരം പ്രൈസ് എങ്ങോട്ടാണ് വന്നിരിക്കുന്നത്? അതിന് പകരം പ്രൈസ് വന്നിരിക്കുന്നത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുക പ്രൈസ്. സോ ഇത് നമ്മൾ ആ സമയത്ത് പുൾ ബാക്കാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ബിക്കോസ് ഇത് ഇൻറ്റേർണലി ഈ ഒരു പർട്ടിക്കുലർ പ്രൈസ് ആക്ഷൻ്റെ ഇതിനകത്ത് ഇൻറ്റേർണലി ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു സ്ട്രക്ചറായിട്ട് മാത്രമേ നമുക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ. ഓൾറൈറ്റ്. അപ്പം ഇവിടെ നമ്മളെ സംബന്ധിച്ച് എന്താണ്, പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ നോക്കുകയാണ്. അപ്പം ഇവിടെ നോക്കി, ഇവിടെ എന്ത് പറ്റി? ഒരു ലോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, റൈറ്റ്. ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അന്നേരം നമ്മളിവിടെ നോക്കുന്നത് ഇവിടുത്തെ ലാസ്റ്റ് ക്യാൻഡിൽ ഏതാണ്? ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ. ഇതാണ് ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഈ ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ എന്താണ് ഇവിടുത്തെ ഫീച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടോ? ഇല്ല. അപ്പോൾ അത് ഓർഡർ ബ്ലോക്ക് ആണോ? അല്ല. ഇനി ഇങ്ങനെ ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പ്രൈസ് ആക്ഷൻ ഒരിക്കലും ഈ ലാസ്റ്റ് സെല്ലിംഗ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്യാൻഡിലിൻ്റെ ആ ബോക്സ് വരച്ചിരിക്കുന്നതിനകത്ത് പ്രൈസ് ഒന്ന് ടച്ച് ചെയ്യാൻ പാടില്ല, റൈറ്റ്. അപ്പോൾ ഇവിടെ നോക്കി, ഈ ക്യാൻഡിൽ അവിടെ വന്ന് ടച്ച് ചെയ്ത് പ്രൈസ്. അപ്പോൾ ആക്ച്വലി പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെ വന്നേച്ച് പോയി. അപ്പം ആക്ച്വലി ഇവിടെ ഈ ഓർഡർ ബ്ലോക്കിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓർഡർ ബ്ലോക്ക് ഏരിയ മിറ്റിഗേറ്റ് ചെയ്തു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഇൻവാലിഡ് സെറ്റപ്പാണ്. ഇത് നമ്മളെ സംബന്ധിച്ച് ഇൻവാലിഡ് ആണ്, ബിക്കോസ് ഇവിടെ ലാസ്റ്റ് സെറ്റിലിംഗ് ക്യാൻഡിൽ ഏരിയ മിറ്റിഗേറ്റ് ചെയ്തു. ഇംബാലൻസ് അവിടെ ഇല്ല, ഇംബാലൻസും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ മിറ്റിഗേറ്റ് ചെയ്തുകൊണ്ട് നമ്മളതിനെ വാലിഡ് ഓർഡർ ബ്ലോക്ക് എന്നുള്ള ഗ്രൂപ്പിൽ നമ്മളതിനെ കൂട്ടത്തില്ല. ഓൾറൈറ്റ്. അപ്പോൾ ഇനി പ്രൈസ് നേരെ ഇവിടെ ആക്ച്വലി പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടും കണ്ടോ, ഇവിടെ പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒക്കെ പോകുന്നുണ്ട്. പക്ഷേ ഇത് നമ്മളെ സംബന്ധിച്ച് വാലിഡ് ഓർഡർ ബ്ലോക്ക് അല്ല. സോ പ്രൈസ് ആക്ഷൻ വീണ്ടും മുകളിലേക്ക് പോവുകയാണ്. നോക്കാം ഇങ്ങോട്ട് പോകാം. ഇവിടെ ഓൾറെഡി മിറ്റിഗേഷൻ നടന്നു, അതിനുശേഷം പ്രൈസ് വീണ്ടും ആ ഏരിയയിൽ വന്ന് ടാപ്പ് ചെയ്തിട്ട് വീണ്ടും പോകുന്നു മുകളിലേക്ക്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇത് ഇൻവാലിഡ് ആണ്. ഓർഡർ ബ്ലോക്കിൻ്റെ റിയാക്ഷൻ നമുക്ക് അതിനകത്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. അപ്പം വീണ്ടും പ്രൈസ് ആക്ഷൻ നോക്കുക നമ്മൾ. സോ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഈ ഒരു പ്രൈസിൻ്റെ ആക്ഷൻ കണ്ടോ, ഇത് നമ്മളെ സംബന്ധിച്ച് പുൾ ബാക്ക് ഇല്ല. ഓൾറൈറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൈസ് ആക്ഷൻ നമ്മൾ നോക്കുമ്പോൾ ഇതായിരുന്നു ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ. പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഹൈ ക്രിയേറ്റ് ചെയ്തു, അഗെയിൻ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ നോക്കുക ഓർഡർ ബ്ലോക്ക് അവിടെ കറക്റ്റ് ആണെന്ന്. ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ ഏതാണ്? ഈ ഗ്രീൻ ക്യാൻഡിലാണ്. ആ ഗ്രീൻ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടോ? ഇല്ല. അതിനുശേഷം പ്രൈസ് എങ്ങോട്ട് പോയി? മുകളിലേക്ക് പോയി. പക്ഷേ ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ അതിനുശേഷം പ്രൈസ് എത്ര പ്രാവശ്യം താഴെ വന്നു? ഈ ഗ്രീൻ ക്യാൻഡിലിന് ശേഷം പ്രൈസ് ഈ ക്യാൻഡിലിന് ശേഷം മുകളിലോട്ട് ഇങ്ങനെ പോകുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷം പ്രൈസ് ഒരു പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് താഴെ വരുവാണെങ്കിൽ ഇവിടെ ഈ ഓർഡർ ബ്ലോക്കെ വന്ന് ടച്ച് ചെയ്തിട്ട് അത് നമുക്കൊരു സപ്പോർട്ടായിട്ട് നമുക്കത് മാറും. അതിനുശേഷം പ്രൈസ് നേരെ മുകളിലേക്ക് പോകും. ഈ ഒരു കേസിൽ ഓൾറെഡി ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ ഏരിയ ഇസ് മിറ്റിഗേറ്റഡ്. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ച് ഓർഡർ ബ്ലോക്ക് അല്ല, ഇത് നമ്മളെ സംബന്ധിച്ച് ഓർഡർ ബ്ലോക്ക് അല്ല. ഇനി നമുക്ക് അവിടെ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇനി ഈ ഹൈ എപ്പോഴാണോ ബ്രേക്ക് ചെയ്യുന്നത് ആ സമയത്താണ് നമ്മൾ ഈ ഹൈ നമ്മൾ എപ്പോഴാണോ ബ്രേക്ക് ചെയ്യുന്നത് നോക്കുന്നത്. ഈ ഹൈ ബ്രേക്ക് ചെയ്തു, ആ ഹൈ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. അപ്പം നമുക്കിവിടെ നോക്കുന്ന ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ വീണ്ടും നോക്കുകയാണ്. ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ നോക്കുമ്പോഴത്തേനും അതും ഇവിടെ ഓൾറെഡി മിറ്റിഗേറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ അവിടെ ഓർഡർ ബ്ലോക്ക് ഉണ്ടോ? ഇല്ല, റൈറ്റ്. ഇവിടെ ഓർഡർ ബ്ലോക്ക് ഇല്ല. ഓർഡർ ബ്ലോക്ക് ഇല്ല എന്ന് പറയുമ്പോഴത്തേനും ആക്ച്വലി നിങ്ങളെല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് പ്രൈസ് മുകളിലോട്ട് പോയത്? അവിടെ ഓർഡർ ബ്ലോക്ക് ഫീഡ് ചെയ്തുകൊണ്ടല്ലേ പ്രൈസ് മുകളിലേക്ക്. യു ആർ ഗോയിങ് ടു ട്രേഡ് ഓൺ എ കണ്ടക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്. അത് ആദ്യം മനസ്സിലാക്കുക. നമ്മളെ മാർക്കറ്റിൽ അവിടെ എന്ത് സംഭവിച്ചോട്ടെ,
സി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത് ഒരു സൗണ്ടാണ്, അല്ലെങ്കിൽ ഒരു നോയ്സാണ് അവിടുത്തെ സംഭവം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ആ ശബ്ദ കോലാഹലങ്ങളിൽ പെട്ട് നമ്മൾ ഈ ചാർട്ടിൻ്റെ ആക്ടിവിറ്റിക്കകത്തോട്ട് നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും എൻട്രി എടുക്കാൻ നമ്മളുടെ സെറ്റപ്പ്, നമ്മളുടെ തോട്ട് പ്രോസസ്സ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ എൻട്രി എല്ലാം തെറ്റിപ്പോവും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്താണ് വേണ്ടത്? നമ്മൾ നോക്കുന്നത് നമ്മളുടെ സെറ്റപ്പിനകത്ത് നമ്മൾ ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ മാർക്കറ്റ് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓർഡർ ബ്ലോക്ക്, അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്ക് അല്ല, സിമ്പിൾ. പ്രൈസ് എങ്ങനെയും പൊക്കോട്ടെ, നോ പ്രോബ്ലം. അപ്പം അങ്ങനെ വരുന്ന സെറ്റപ്പിൽ മാത്രമേ ഞാൻ അതിനകത്ത് ട്രേഡ് ചെയ്യൂ എന്നുള്ളതാണ് അതിനകത്തെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓൾറൈറ്റ്. അപ്പോൾ പുൾ ബാക്കിൻ്റെ നമ്മളുടെ ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനലിൽ ഓൾറെഡി നമ്മൾ 8-9 വീഡിയോസ് ഓൾറെഡി പുൾ ബാക്കിൻ്റെ ഡീറ്റെയിലിംഗ് വെച്ചിട്ടുണ്ട്. 3 ക്യാൻഡിൽ പുൾ ബാക്ക്, സിംഗിൾ ക്യാൻഡിൽ പുൾ ബാക്ക്, ഇതെല്ലാം വെച്ച്. അപ്പം അതെല്ലാം മനസ്സിലാക്കണം എങ്ങനെയാണ് ആ പുൾ ബാക്ക് വരുന്നതെന്നുള്ളത്. ബിക്കോസ് പുൾ ബാക്ക് എന്ന് പറയുന്നത് ഒരു പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം പുൾ ബാക്കിൻ്റെ ഏരിയയിലേക്ക് മാർക്കറ്റ് തിരിച്ചിറങ്ങി വരുമ്പം വീണ്ടും തിരിച്ചിവിടെ വന്ന് ലിക്വിഡേഷൻ നടത്തി വെച്ച് മാർക്കറ്റ് മുകളിലേക്ക് അതർ സൈഡിലേക്ക് പോകുന്നതാണ് മാർക്കറ്റിൻ്റെ രീതി, ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ച് എന്താണ്? ഓർഡർ ബ്ലോക്ക് അല്ല. ഇത് നമ്മളെ സംബന്ധിച്ച് ഓർഡർ ബ്ലോക്ക് അല്ല. ഇത് നമ്മളെ സംബന്ധിച്ച് ഓർഡർ ബ്ലോക്ക് അല്ല. ഓൾ റൈറ്റ്. അപ്പോൾ ഇനി വീണ്ടും നമ്മൾ നോക്കുകയാണ് എവിടെയാണ് ഓർഡർ ബ്ലോക്ക് വരുന്നതെന്ന് നോക്കുകയാണ്. റൈറ്റ്. അപ്പോൾ ഈ ലൈൻ നമുക്ക് വേണ്ട ഇപ്പോൾ. അപ്പോൾ ഇതൊന്നും ഓർഡർ ബ്ലോക്ക് അല്ല. ഓൾ റൈറ്റ്. അപ്പോൾ ഇനി വീണ്ടും പ്രൈസ് താഴ്ത്തു വരിക. സോ എന്ത് സംഭവിച്ചു? പ്രൈസ് വീണ്ടും താഴ്ത്തു വന്നു. സോ ആ ഏരിയയിൽ പ്രൈസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് ഓർഡർ ബ്ലോക്ക് അല്ല, അതെല്ലാം പെനിട്രേറ്റ് ചെയ്ത് പോയി. ഇതും ഓർഡർ ബ്ലോക്ക് അല്ല, ഇതും ഓർഡർ ബ്ലോക്ക് അല്ല. റൈറ്റ്. നമ്മളെ സംബന്ധിച്ച് ഇതൊന്നും ഓർഡർ ബ്ലോക്ക് അല്ല. ഓക്കെ. അപ്പം ഇനി നോക്കുന്നത് പ്രോപ്പർ ഓർഡർ ബ്ലോക്ക് നമ്മൾക്ക് കണ്ടുപിടിക്കണം ഇതിനകത്ത്. അതാണല്ലോ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. പ്രൈസ് അവിടെ വന്നു, ഇവിടെ വന്നു, അതിനുശേഷം വീണ്ടും പ്രൈസ് മുകളിലേക്കൊക്കെ പോകുന്ന പോലെയൊക്കെ കാണിച്ചെന്നൊക്കെ ഇരിക്കും ഓർഡർ ബ്ലോക്കാണ് നമ്മൾ തെറ്റിദ്ധരിച്ച് കഴിഞ്ഞാൽ. അതെല്ലാം ഓർഡർ ബ്ലോക്ക് അല്ല. ഓൾ റൈറ്റ്. ഓക്കെ. അപ്പോൾ അന്നത്തെ ദിവസത്തെ റേഞ്ചിങ് സെനാരിയോ ക്രിയേറ്റ് ചെയ്ത് പ്രൈസ് അങ്ങനെ വന്ന് അവിടെ ഇത് നടന്നു, അല്ലേ? അപ്പം ക്ലോസ് ചെയ്ത് പിറ്റേ ദിവസം മാർക്കറ്റ് ഓപ്പൺ ആയി. സോ പ്രൈസ് നേരെ താഴോട്ട് വരുന്നു, വരട്ടെ. അപ്പോൾ നമ്മൾ ബൈങ് സൈഡിലേക്കുള്ള എൻട്രീസിലോട്ടാണ് നമ്മൾ നോക്കുന്നത്. സെല്ലിംഗ് സൈഡിലേക്ക് നമുക്ക് പിന്നീട് ചെയ്യാം. ഓൾ റൈറ്റ്. അപ്പം വീണ്ടും പ്രൈസ് മേലോട്ട് വന്ന് ലിക്വിഡേറ്റ് ചെയ്തു. സോ ഇതൊരു നല്ലൊരു സെറ്റപ്പാണ്. ഓൾ റൈറ്റ്. അപ്പോൾ ഇവിടെ നോക്കിയേ, പ്രൈസ് ഇതിപ്പം 1 മിനിറ്റിൻ്റെ സ്ട്രക്ചറിൽ നമ്മൾ നോക്കുന്നത്. ഓൾ റൈറ്റ്. അപ്പോൾ നമ്മൾ ഏത് ടൈം ഫ്രെയിം വേണമെങ്കിലും ഇങ്ങനെ നോക്കാം, നമുക്ക് ഒരു പ്രശ്നമില്ല. ഇവിടെ നോക്കുന്നത് ഇതുണ്ടോ? അപ്പം ഏറ്റവും കൂടുതൽ നോയ്സ് ഉള്ള സെറ്റപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈം പീരീഡിലേക്ക് പോകുമ്പോഴാണ് നമുക്കിത് കണ്ടുപിടിക്കാൻ ഏറ്റവും പാട്. അപ്പോൾ അതിനകത്ത് നമ്മളത് ടാക്കിൾ ചെയ്യുകയാണെങ്കിൽ വലിയ ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് മാർക്ക് ചെയ്ത് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അപ്പം ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഇതൊരു ഓർഡർ ബ്ലോക്ക് ആണോ? കാരണം പ്രൈസ് സെല്ലിംഗ് ക്യാൻഡിൽ വന്നു. സെല്ലിംഗ് ക്യാൻഡിൽ വന്നതിന് ശേഷം ഒരൊറ്റ പോക്ക് പ്രൈസ് മുകളിലോട്ട് പോയി. ഈ പോയാക്കുന്ന ക്യാൻഡിൽ പിന്നീട് തിരിച്ച് വന്നിട്ട് ഈ ഒരു ഏരിയയിൽ, ഈ ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിലിൻ്റെ ഏരിയയിൽ മിറ്റിഗേഷന് വേണ്ടിയിട്ട് വന്നോ? ഇല്ല. ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ ദെൻ പ്രൈസ് നേരെ മുകളിലോട്ട് പോകണം. അതാണ് ഞാൻ പറഞ്ഞത്. പ്രൈസ് ഇങ്ങനെ വന്നു, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കണം. ഓൾ റൈറ്റ്. ആക്ച്വലി പുൾ ബാക്ക് എന്ന് പറയുന്നത് എന്താണ്? അതിന് സർട്ടൻ ഫീച്ചർ ഉണ്ട്. ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്യാൻഡിലിൻ്റെ ലോ എടുക്കുമ്പോഴാണ് പുൾ ബാക്ക് എന്ന് പറയുന്നത്. അല്ലാതെ ഇത് പുൾ ബാക്ക് അല്ല. ആക്ച്വലി ഇതൊരു സ്വിംഗ് ലോ ആണ്, അല്ലേ? അപ്പോൾ അത് നമ്മളുടെ പുൾ ബാക്ക് സീരീസിൽ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി നമുക്ക് മാർക്കറ്റിനെ കാണാൻ പറ്റും. അപ്പം ഇത് മുകളിലോട്ട് പോകുന്നു. അപ്പോൾ ഇനി അടുത്ത ഫീച്ചർ നമുക്ക് എന്താണ്? ഇംബാലൻസ് ഉണ്ട് ഇവിടെ. ഓൾ റൈറ്റ്. ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ മാർക്ക് ചെയ്തു, ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യണം. പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം എന്ത് സംഭവിക്കണം? പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോകണം. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. അങ്ങനെ വരുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത്? പിന്നീട് പ്രൈസ് ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസ് വിൽ കം ബാക്ക്. ഓൾ റൈറ്റ്. ഇങ്ങനെ വരും, പതുക്കെ വന്നിട്ട് ഇവിടെ വന്നിട്ട് കുറച്ച് ഏരിയ ഇവിടെ കിടന്ന് ട്രേഡ് ചെയ്ത് ഒരൊറ്റ പോക്ക് മുകളിലോട്ട്. ഇതാണ് സംഭവിക്കുന്നത്. അണ്ടർസ്റ്റുഡ്? അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതാണ് ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതിനാണ്. അപ്പോൾ ഇവിടെ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നത് പ്രൈസ് ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദേ വിൽ കം ബാക്ക്. ഓൾ റൈറ്റ്. ഓക്കെ. ഒരു കള്ളനെ പോലെ അവൻ താഴേക്ക് ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ ആ കള്ളൻ്റെ കൂട്ടത്തിൽ അവനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിയിരിക്കുകയാണ്. ഓൾ റൈറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഇനി പ്രൈസിൻ്റെ ആക്ടിവിറ്റി നോക്കണം. ഓൾ റൈറ്റ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? പ്രൈസ് കൺസിസ്റ്റൻറ്റ് ഡൗൺ റേറ്റ് വന്നു. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഒരു പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. റൈറ്റ്. 3 ക്യാൻഡിൽ വൺ ആഫ്റ്റർ അനദർ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. എല്ലാ ഫീച്ചറും ഉണ്ട്. ദിസ് ഈസ് ഓർഡർ ബ്ലോക്ക്. ഓൾ റൈറ്റ്. ഓർഡർ ബ്ലോക്ക്, വാലിഡ് ഓർഡർ ബ്ലോക്ക്. ഈ ഒരു സെറ്റപ്പിൽ നമ്മളെ സംബന്ധിച്ച് ഇതൊരു വാലിഡ് ഓർഡർ ബ്ലോക്കാണ്. ഇനി പ്രൈസിൻ്റെ ആക്ടിവിറ്റി എങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്? പുൾ ബാക്ക്. സോ പുൾ ബാക്ക് സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പ്രൈസ് എങ്ങനെയായിരിക്കും വരുന്നത്? പ്രൈസ് വരുന്നത് ഇങ്ങനെയായിരിക്കും. പുൾ ബാക്ക് ഇതിപ്പോൾ ഇങ്ങനെ വരുവാണ്, അല്ലേ? പുൾ ബാക്ക് സ്വീപ്പ് ചെയ്യുന്നു. റൈറ്റ്. അതിനുശേഷം എന്ത് ചെയ്യണം? പ്രൈസിൻ്റെ ആത്യന്തികമായിട്ടുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ആക്ടിവിറ്റി എന്ന് പറയുന്നത് പുൾ ബാക്ക് സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് പിന്നെ നേരെ ഇമ്മീഡിയറ്റ്ലി
മുകളിലേക്ക് പോകും, ഇങ്ങനെ പോകും അല്ലേ, ഇങ്ങനെ വരും, പിന്നെ ഇങ്ങനെ വരും, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം പുൾ ബാക്ക് സ്വീപ്പിങ്ങിൻ്റെ ഏരിയയിൽ മാർക്കറ്റ് ഈസ് റെഡി ടു റിവേഴ്സ് എനി ടൈം എന്നുള്ള ഒരു കണ്ടീഷണൽ തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ കണ്ടീഷണൽ തിങ്കിങ് നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. ബിക്കോസ് ദാറ്റ് ഈസ് എ നേച്ചർ ഓഫ് മാർക്കറ്റ്, ദാറ്റ് ഈസ് എ ബിഹേവിയർ ഓഫ് മാർക്കറ്റ് എന്ന് പറയുന്നത് അതിനാണ്. ഓൾറൈറ്റ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നമ്മൾ നോക്കുകയാണ് പ്രൈസ് ഇനി എന്ത് ചെയ്യണം, ഇനി നെക്സ്റ്റ് ഇതിൽ ഈ ഓർഡർ ബ്ലോക്ക് ഇവിടെ വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ഉള്ളപ്പം മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് പ്രൈസ് നേരെ താഴോട്ട് വരുവാണ്. ഓൾറൈറ്റ്. പ്രൈസ് താഴോട്ട് വരുമ്പോൾ ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യും, റൈറ്റ്, ഇത് സ്വീപ്പ് ചെയ്യും. അതിനുശേഷം നെക്സ്റ്റ് എന്താണ് സംഭവിക്കുന്നത്? ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റിന് എനിത്തിങ് മാർക്കറ്റിനെ സംബന്ധിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് ആ സമയത്തെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് അനുസരിച്ചുള്ള സെൻറ്റിമെൻറ്റ് അനുസരിച്ചുള്ള ആക്ടിവിറ്റി ആയിരിക്കും ഇനി ഇവിടെ പോകാൻ പോകുന്നത്. മേ ബി പ്രൈസ് എന്ത് ചെയ്യും, ഇവിടെ വന്ന് ടച്ച് ചെയ്തതിന് ശേഷം നേരെ പ്രൈസ് ഇവിടെ നിന്ന് ജസ്റ്റ് ആ ഓർഡർ ബ്ലോക്ക് ഏരിയയിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ട് പ്രൈസ് നേരെ മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇങ്ങനെ, റൈറ്റ്. ഇത് ഒരു സെനാരിയോ, റൈറ്റ്. ഇനി രണ്ടാമത്തെ സെനാരിയോ എന്ന് പറയുന്നത് എന്താണ്? രണ്ടാമത്തെ സെനാരിയോ എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓർഡർ ബ്ലോക്കിൻ്റെ ഏരിയയിലേക്ക് വീണ്ടും പ്രൈസ് ഒന്നും കൂടെ കുറച്ചുകൂടെ ഒന്ന് ഇറങ്ങി വരുന്നു ഇവിടം വരെ, റൈറ്റ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? പ്രൈസ് നേരെ മുകളിലേക്ക് വീണ്ടും ഇവിടെ നിന്ന് പ്രൈസ് കുറച്ച് നേരം ഇവിടെ ഒരു മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ട് ഒരു സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ എന്തെങ്കിലുമൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് നേരെ വീണ്ടും മുകളിലേക്ക് പോകുന്നു. ഓൾറൈറ്റ്. ഈ 2 സെനാരിയോ ആണ് ഇപ്പോഴും നടക്കാൻ പോകുന്നത് മാർക്കറ്റിൽ. അപ്പോൾ ഒന്നെങ്കിൽ ഓർഡർ ബ്ലോക്കിൻ്റെ ഏരിയയിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ട് പ്രൈസ് നേരെ തിരിച്ചു പോകും. അപ്പോൾ നമ്മളിവിടെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ നോക്കിയിരിക്കുകയാണ് എന്താണ് പ്രൈസ് ഈ 1 മിനിറ്റിൻ്റെ ആക്ടിവിറ്റി ചെയ്യാൻ പോകുന്നത്. ഇവിടെ ക്ലോസ് ചെയ്യുകയാണോ ഇരിക്കുകയാണോ എൻട്രിയിലോട്ട് വേണോ എന്നുള്ളതൊക്കെ നമ്മളിവിടെ നമ്മൾ നോക്കി നമ്മളവിടെ ഇരിക്കുവാണ്. സോ നമ്മൾ നോക്കുകയാണ്. ഇനി നമുക്ക് എവിടെയാണ് എൻട്രി വരുന്നത് നമ്മൾ നോക്കുക. ഓൾറൈറ്റ്. ഓക്കെ. അപ്പോൾ ഇവിടെ പ്രൈസ് വന്നു. ഓക്കെ. വീണ്ടും പ്രൈസ് ഇവിടെ വന്നിട്ട് ആ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാതെ പ്രൈസ് അതർ സൈഡിലേക്ക് പോയി. ഓൾറൈറ്റ്. അപ്പം ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കിയിരിക്കുമ്പോൾ വാലിഡ് ഓർഡർ ബ്ലോക്കാണ്, ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. ഓൾറൈറ്റ്. പക്ഷേ ഈ ഒരു പോക്കിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇങ്ങനെ ഒരു സംഭവം ചോദിക്കുമ്പോൾ ദിസ് ഈസ് പർപ്പസ്ഫുള്ളി സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചറാണിത് എന്ന് പറയുന്നത്. ബിക്കോസ് ഇവിടെ പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, അതിനുശേഷം ലിക്വിഡിറ്റി സ്വീപ്പിന് വേണ്ടിയിട്ട് വരുന്നു, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നില്ല. അന്നേരം എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഒരു ലിക്വിഡിറ്റി ഏരിയ വീണ്ടും ക്രിയേറ്റ് വെച്ചിരിക്കുകയാണ്, റൈറ്റ്. വീണ്ടും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഇതിവിടെ പൂൾ ഓഫ് ലിക്വിഡിറ്റി ഈസ് ബീങ് ക്രിയേറ്റഡ് അഗെയിൻ രണ്ടാമതും. അതിനുശേഷം പ്രൈസ് നേരെ മുകളിലോട്ട് പോകുന്നു. അപ്പം പ്രൈസ് ഇനി മുകളിലേക്ക് കൺസിസ്റ്റൻറ്റ് റാലി നടത്തണമെങ്കിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ സംഭവിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ടു എഞ്ചിനീയർ ലിക്വിഡിറ്റി. അപ്പം ഈ ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്യണമെങ്കിൽ പ്രൈസ് നേരെ താഴെ വരണം, അതിനുശേഷം വീണ്ടും തിരിച്ച് മുകളിലോട്ട് കയറി പോകണം. അപ്പോൾ പ്രൈസ് താഴെ വരുമ്പം എന്തെല്ലാമാണ് ഗുണമുള്ളത്? ഇവിടെ ഗുണമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഞ്ചിനീയർ ചെയ്തിരിക്കുന്ന ലിക്വിഡിറ്റി ക്യാൻ ബി ടേക്കൺ ഔട്ട്, അല്ലേ. ഇത് രണ്ടും ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി അവിടെ അഗ്രസീവായിട്ട് ബൈ ചെയ്യാൻ പറ്റും. സോ പ്രൈസ് ആക്ടിവിറ്റി എന്ന് പറയുമ്പം ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോഴത്തേനും ഈ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ബോഡി ടു ബോഡി ഫോർമേഷൻ കാണുന്നത് അഗ്രസീവ് ബൈയിങ് സെല്ലിങ്, അഗ്രസീവ് ബൈയിങ് സെല്ലിങ്, അഗ്രസീവ് ബൈയിങ് പുൾ ബാക്ക്, ദെൻ അഗ്രസീവ് ബൈയിങ്, റൈറ്റ്. അപ്പോൾ ഇങ്ങനെ ബൈയിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ വൺ സൈഡിലേക്ക് ബൈയിങ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത്? ദർ വിൽ ബി ഓട്ടോമാറ്റിക്കലി ലൂസിങ് പൊസിഷൻസ് വിൽ ബി ക്രിയേറ്റഡ് ഇൻ ദ മാർക്കറ്റ്, അല്ലേ. സോ ദോസ് ലൂസിങ് പൊസിഷൻസ് ഓൺലി ബയർ സൈഡിലേക്ക് മാത്രമാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ലൂസിങ് പൊസിഷൻസ് ഹാസ് ടു ബി ക്ലോസ്ഡ് ഔട്ട് ഓൺ എ സബ്സിക്വൻറ്റ് മൂവ്മെൻറ്റ്. ഓൾറൈറ്റ്. അതായത് ലൂസിങ് പൊസിഷൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ആ ലൂസിങ് പൊസിഷൻ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവിടെ എഞ്ചിനീയർ ചെയ്തിരിക്കുന്ന ലിക്വിഡിറ്റിയും അതുപോലെ തന്നെ ഫ്രഷ് ലിക്വിഡിറ്റി ക്യാൻ ബി ഇവിടെ ഇവിടുത്തെ ലിക്വിഡിറ്റി കുറച്ച് അധികം ലിക്വിഡിറ്റിയും കൂടെ നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം എന്താണ്? ഇവിടെ നിന്ന് പ്രൈസ് താഴോട്ട് വരുവാണെങ്കിൽ ഇവിടെ സെല്ലിംഗ് പ്രഷറാണ് മാർക്കറ്റിലേക്ക് വരുന്നത്, അല്ലേ. അപ്പോൾ ഈ റെഡ് കളർ ക്യാൻഡിൽസ് ഇങ്ങോട്ട് താഴെറങ്ങി വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഈ ഒരു ലെഗിൽ ആദ്യം തൊട്ട് ഇവിടം വരെയും ബൈ ചെയ്ത് അതിൻ്റെ ഒപ്പം വന്നാക്കുന്നവർ മുഴുവനും നാച്ചുറലി ദേ വിൽ ബി എക്സിറ്റിംഗ്. ദേ ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഈസ് ലിക്വിഡിറ്റി ക്രിയേഷൻ, അല്ലേ. ലിക്വിഡിറ്റി ക്രിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പർപ്പസ്ഫുള്ളി സെറ്റിംഗ് അപ്പ്. എന്തുകൊണ്ടാണ് പർപ്പസ്ഫുള്ളി സെറ്റിംഗ് അപ്പ്? ബിക്കോസ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് മോസ്റ്റ്ലി ഓൾ ദ പാർട്ടിസിപ്പൻസ് എല്ലാവരും കൂടെ ഒത്തിരിയധികം പാർട്ടിസിപ്പൻസ് വരുന്നത്. അപ്പോഴാണ് നമുക്ക് ഈസി ആയിട്ട് ബൈ ആൻഡ് സെല്ല് നമുക്ക് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെരഞ്ഞെടുത്ത് നമുക്ക് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റുന്നത്, ബൈ ആൻഡ് സെല്ല് നടക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് മാർക്കറ്റിൻ്റെ നേച്ചർ അതാണ്. അതായത് നമ്മൾ മാർക്കറ്റിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. വൈ ഇറ്റ് ഈസ് പർപ്പസ്ഫുള്ളി സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരാൾ മാത്രമല്ല. വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ചേസിങ് അനദർ വൺ, അല്ലേ. 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിലുള്ള ഓർഡർ ഫ്ലോ മെക്കാനിസമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാൾ ബൈ ചെയ്യുമ്പോൾ അടുത്തയാൾ സെല് ചെയ്യുന്നു, അതിൻ്റെ കൂട്ടത്തിൽ റീറ്റെയിലേഴ്സും കയറുന്നു, അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ് ഇസ് നത്തിങ് റോങ് ഇൻ ദാറ്റ്. അപ്പം ഇവിടെ നിന്ന് നമ്മൾ താഴേക്ക് പ്രൈസ് ഇവിടെ വരുമ്പോഴത്തേനും ദോസ് ലിക്വിഡിറ്റി ഇനിയും വീണ്ടും മാർക്കറ്റിൽ ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പ്രൈസ് താഴോട്ട് വരണം.
ബിക്കോസ് ക്ലിയർ ഫോർമേഷൻ ഓഫ് ഓർഡർ ബ്ലോക്ക് ആണ്. ആ ഓർഡർ ബ്ലോക്കെ വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ട് വേണം പ്രൈസ് വീണ്ടും അതർ സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഓൾറൈറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും നോക്കുകയാണ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. സോ ഈ വന്ന വരവിന് എന്ത് സംഭവിച്ചു? ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും എന്താണ് നാച്ചുറലി മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് നേരെ തിരിച്ച് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ നോക്കുമ്പോൾ എന്താണ് പുൾ ബാക്ക് സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? പ്രൈസിൻ്റെ ആക്ടിവിറ്റി നേരെ മുകളിലേക്കാണ്. ബട്ട് ഇവിടെ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ആക്ച്വലി ഓർഡർ ബ്ലോക്കിൻ്റെ ഏരിയയിൽ ഓർഡർ ബ്ലോക്ക് ഹാസ് ടു ബി സംഹൗ മിറ്റിഗേറ്റഡ്. ഓൾറൈറ്റ്. ദിസ് ഓർഡർ ബ്ലോക്ക് ഹാസ് ടു ബി മിറ്റിഗേറ്റഡ്, ദെൻ ലിക്വിഡിറ്റി ഇഞ്ചക്ഷൻ ഓർ എന്താണ് പറയുന്നത്, ലിക്വിഡിറ്റി, ആ ഫ്രഷ് പൂൾ ഓഫ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ആക്ടിവിറ്റി ആൻഡ് ദ ലൂസിങ് പൊസിഷൻസ് അല്ലേ, ഇങ്ങോട്ട് ബൈ സൈഡിലേക്ക് തന്നെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദർ വിൽ ബി ലൂസിങ് പൊസിഷൻ. ദാറ്റ് ലൂസിങ് പൊസിഷൻസ് ഹാസ് ടു ബി ക്ലോസ്ഡ് ഔട്ട് ഓൺ ദ സബ്സിക്വൻറ്റ് മൂവ്മെൻറ്റ്. അപ്പോൾ ആ ലൂസിങ് പൊസിഷൻസ് ക്ലോസ് ഔട്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അങ്ങനെ ക്ലോസ് ഔട്ട് ചെയ്യണമെങ്കിൽ ലിക്വിഡിറ്റി ഹാസ് ടു ബി എഞ്ചിനീയർഡ് അഗെയിൻ അല്ലേ. അപ്പോൾ ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ലൂസിങ് പൊസിഷൻ ക്ലോസ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലിക്വിഡിറ്റി വിൽ ബി സ്വീപ്പിംഗ് അല്ലേ. പിന്നെ ഓർഡർ ബ്ലോക്കിൻ്റെ ഏരിയയിലേക്കാണ് മാർക്കറ്റ് വരുന്നത്. ഓൾറൈറ്റ്. അപ്പോൾ പിന്നീട് ഓർഡർ ബ്ലോക്കിൻ്റെ ഏരിയയിലേക്ക് മാർക്കറ്റ് വരുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത് നോക്കാം. സോ അവിടെ നിന്ന് പ്രൈസ് നേരെ ഇത് ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടത്തിയതിന് ശേഷം പ്രൈസ് നേരെ ഇതായിരുന്നു അതിൻ്റെ ലോസ്റ്റ് ഓർഡർ അല്ലേ. അതിന് താഴെ പ്രൈസ് ടാപ്പ് ചെയ്തു. അതിനുശേഷം പ്രൈസ് നേരെ മുകളിലേക്ക് വന്നു. സോ സ്റ്റിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നമ്മളുടെ ഓർഡർ ബ്ലോക്കിൻ്റെ ഏരിയയിൽ പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തോ? ഇല്ല. സോ സിൻസ് അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേനും ലൂസിങ് പൊസിഷൻസ് ഇസ് നോട്ട് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ഔട്ട്. അതാണ് അതിനകത്ത് മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇച്ചിരി കോഷ്യസ് ആയിട്ടിരിക്കണം. ഇറ്റ് ഹാസ് ടു ബി ക്ലോസ്ഡ് ഔട്ട് ആൻഡ് ഫ്രഷ് ലിക്വിഡിറ്റി ഹാസ് ടു ബി ക്രിയേറ്റഡ്. ആൻഡ് ഇവിടെ വീണ്ടും ഈ ഒരു സെറ്റപ്പിൽ നോക്കുമ്പോഴത്തേനും എഗെയിൻ ലിക്വിഡിറ്റി ക്രിയേഷൻ അല്ലേ. ഇതിന് താഴെ പ്രൈസ് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമല്ലേ, ഇവിടെ നിന്ന് താഴെ പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോഴത്തേനും നാച്ചുറലി എന്താണ് അവിടെ സംഭവിക്കുന്നത്? നോർമലി എല്ലാ ബോർഡേഴ്സും അവിടെ വെച്ച് ക്ലോസ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് വന്നിരിക്കും അല്ലേ. ഓൾ ദ റീറ്റെയിലേഴ്സ് വിൽ ബി എക്സിറ്റിംഗ് ദ പൊസിഷൻ സംവെയർ ഹിയർ. ബിക്കോസ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്താണ് പുൾ ബാക്കിൻ്റെ ആക്ടിവിറ്റിക്കകത്ത് പ്രൈസ് പിന്നെയും പ്രൈസ് താഴോട്ട് വരുവാണെങ്കിൽ ഹോപ്പ് ഈസ് ഗോൺ എന്നുള്ള രീതിയിലാണ് പിന്നീട് വരുന്ന ഉള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇനി വീണ്ടും പ്രൈസ് നോക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് നോക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം കറക്റ്റായിട്ട് നമ്മൾ നോക്കണം എന്താണ് നടക്കാൻ പോകുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ നോക്കണം പ്രൈസിൻ്റെ ആക്ടിവിറ്റി നോക്കണം. ഒരു 5-6 പ്രാവശ്യം ഈ വീഡിയോ തന്നെ റിപ്പീറ്റഡ്ലി നിങ്ങൾ വാച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും അത് കറക്റ്റായിട്ട് കിട്ടും. അതിനുശേഷം പ്രാക്ടീസ് ചെയ്ത് നോക്കുക കറക്റ്റാണോ എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരുന്നില്ല വീണ്ടും വന്നിട്ട് വീഡിയോ കാണുക. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിറ്റിയിൽ എല്ലാ കാര്യങ്ങളും അതിനകത്ത് മാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. സോ ഇതൊരു ഫോം ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡിയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള കുറച്ച് കഷ്ടപ്പാടുകളുണ്ട്. അപ്പോൾ ആ കഷ്ടപ്പാടെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രീവിയസ്ലി അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് മുഴുവനും കാണണം അല്ലേ. അപ്പോൾ അങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ആ ഒരു പ്രൈസ് ആക്ടിവിറ്റി അല്ലെങ്കിൽ പ്രൈസിൻ്റെ ബിഹേവിയർ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സോ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും വീണ്ടും ശ്രമിച്ചു 1 2 3 4 അല്ലേ. അപ്പം ഓർഡർ ബ്ലോക്കിൻ്റെ ഏരിയയും ഉണ്ട്. അപ്പം ഇപ്പം നമ്മൾ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നോക്കുമ്പോഴത്തേനും നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഇതൊരു ബൈങ് സെനാരിയോ ഓർ സെല്ലിംഗ് സെനാരിയോ? സോ ലോട്ട് ഓഫ് ലിക്വിഡിറ്റി വിൽ ബി നാച്ചുറലി ഹിയർ. അപ്പം എന്താണെങ്കിലും പ്രൈസ് സ്കാൽപ്പിങ്ങിനാണെങ്കിൽ പോലും നമ്മൾ ഇവിടെ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് സെല്ല് ചെയ്തിട്ട് ഇവിടെ ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ കം അല്ലേ. അപ്പോൾ അവിടെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ നോക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത്. സോ ലിക്വിഡിറ്റി ക്ലിയർഡ്. നൗ ഇവിടെയുള്ള ലിക്വിഡിറ്റി എല്ലാ ലിക്വിഡിറ്റിയും ക്ലിയർ ചെയ്തു. അപ്പം നമ്മളുടെ ഫ്രഷ് ഓർഡർ ബ്ലോക്ക് ഇവിടെ സ്റ്റിൽ ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത്. അടുത്ത ക്യാൻഡിൽ സോ ടച്ച് ചെയ്തു അല്ലേ. നമ്മുടെ ഓർഡർ ബ്ലോക്ക് ഏരിയയിൽ വന്നിട്ട് ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇവിടെ ഓൾറെഡി അന്നത്തെ ദിവസം തീരാൻ പോവുകയാണ്. വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ നമ്മളെ സംബന്ധിച്ച് ഇവിടെ സമയം ഉണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇവിടെ നമുക്കൊരു ട്രേഡ് നമുക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കൊരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചെറുതായിട്ടൊരു ഇംബാലൻസ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഇമ്മീഡിയറ്റ് നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? നമുക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഏതായിരിക്കും? നമ്മൾ നോക്കുകയാണെങ്കിൽ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഏരിയ വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നേരെ തിരിച്ച് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇവിടെ നമ്മൾ പ്രൈസ് ടച്ച് ചെയ്യുമ്പോഴത്തേനും മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി വിത്ത് റെസ്പെക്ട് വോളിയം ഓൾസോ നമ്മൾ നോക്കണം. ഓർഡർ ബ്ലോക്കിൻ്റെ കൺസെപ്റ്റ് മാത്രം പോരാ. വോളിയത്തിനകത്ത് ഞാനിപ്പം ലൈവ് ട്രേഡ് നാസ്താക്കി ചെയ്യുന്നതടക്കം അതിനകത്തൊരു 15ഓളം വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോസ് മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ വോളിയം എങ്ങനെ ക്ലബ് ചെയ്യാമെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഓർഡർ ബ്ലോക്കിനെ മാത്രം വെച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. എനിത്തിങ് ഓഫ് ഇറ്റ്സ് ഓൺ ഇസ് പ്രെറ്റി യൂസ്ലെസ്. ഈ ഒരു വാചകം എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഇംപ്രിൻറ്റ് ചെയ്ത് വെച്ചാണ്. എനിത്തിങ് ഓഫ് ഇറ്റ്സ് ഓൺ ഇസ് പ്രെറ്റി യൂസ്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം മാത്രം വെച്ചിട്ട് നമ്മൾ നോക്കി ട്രേഡ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി യൂസ്ലെസ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു സ്വിങ് ഹൈ എന്ന് പറയുന്നത് അല്ലേ, അല്ലെങ്കിൽ ഈ ഇൻക്രീസ്ഡ് വോളിയം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ ഇൻക്രീസ്ഡ് വോളിയം ക്യാൻഡിലിൻ്റെ ജസ്റ്റ് മുകളിൽ അത് സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ
ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ച് നമ്മൾ നോക്കിയിട്ട് നമ്മൾ നോക്കുകയാണ്. ഓർഡർ ബ്ലോക്കിൽ മിറ്റിഗേഷൻ ഓഫ് ഓർഡർ ബ്ലോക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇങ്ങനത്തെ വോളിയത്തിൻ്റെ ആക്ടിവിറ്റിയും കൂടെ വരുന്നത് കൊണ്ട് നമ്മൾ അതും കൂടെ ക്ലബ് ചെയ്തിട്ട് വേണം നമ്മൾ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഓർഡർ ബ്ലോക്കിലോട്ട് വരുന്നു, മിറ്റിഗേറ്റ് ചെയ്യുന്നു, മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയയിൽ നമ്മൾ കറക്റ്റ് അവിടെ വന്ന് ടച്ച് ചെയ്യുമ്പോഴേ എൻട്രി എന്നുള്ളതല്ല. ബിക്കോസ് ആ സമയത്ത് എങ്ങനെയാണ് വോളിയം പമ്പ് ഔട്ട് ചെയ്യുന്നതും കൂടെ നമ്മൾ നോക്കുക. അപ്പം അത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് ഒരുമിച്ച് എൻട്രി എടുക്കുമ്പോഴാണ് നമുക്ക് ഒരു മീനിങ് ഫുൾ സിറ്റുവേഷനിലേക്ക് നമുക്ക് ആ ഒരു ട്രേഡിനെ നമുക്ക് അങ്ങോട്ട് പ്രൈസ് കയറി വരും എന്നൊരു ചാൻസ് നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പം ഈ നമ്മുടെ ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനലിനകത്ത് ഇത്രയും നാളായിട്ട് നമ്മൾ 308ഓളം വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് മുഴുവൻ കണ്ടവരെ സംബന്ധിച്ച് നൗ യു ആൻസർ. ഈ ഒരു സംഭവത്തിനകത്ത് നമുക്ക് ഇത് ടാർഗറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ബിക്കോസ് പ്രൈസ് ഇവിടെ വരുമ്പോഴത്തേനും ഇനി വേറെ റാങ്കിൽ നമ്മൾ ചിന്തിക്കുകയാണെന്ന് വിചാരിച്ചോ, പ്രൈസ് ഇവിടെ വരുമ്പോഴത്തേനും ഇങ്ങനെ പ്രൈസ് വന്ന് ട്രേഡ് ചെയ്യുമ്പോഴത്തേനും ഇൻ കേസ് പ്രൈസ് തിരിച്ചു വരാനാണെങ്കിൽ ഏതായിരിക്കും ഫസ്റ്റ് പോയിന്റ് ഓഫ് നമ്മുടെ ടാർഗറ്റിൻ്റെ റെഫറൻസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ഓഫ് മിറ്റിഗേഷണൽ പോയിന്റ് എന്ന് പറയുന്നത്. അതൊന്ന് അല്ലേ. രണ്ടാമത് ഈ ക്യാൻഡിലിന് ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ച് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. അതിനകത്തൂടെ പ്രൈസ് കവർ ചെയ്ത് കയറി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ നോക്കുമ്പോൾ ഇവിടെ ഒരു ഇൻക്രീസ്ഡ് വോളിയം ക്യാൻഡിലുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഇൻക്രീസ്ഡ് വോളിയം ക്യാൻഡിലിൻ്റെ മിറ്റിഗേഷൻ ഇവിടം വരെയും വരാനുള്ള ചാൻസ് എന്താണെങ്കിലും ഇല്ലേ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ മുകളിൽ നമ്മൾ ഇതിൻ്റെ ആ ഒരു സ്വിംഗ് സ്ട്രക്ചർ നിൽക്കുന്നുണ്ട്. അതും കൂടെ വന്ന് വേണമെങ്കിൽ സ്വീപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ പ്രൈസ് നേരെ വീണ്ടും തിരിച്ച് താഴോട്ട് പോരാമെന്ന് നമുക്ക് വെക്കാം. അപ്പോൾ ഇതൊരു ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമോ ഇല്ലയോ? തിങ്ക് അബൌട്ട് ഇറ്റ്. ഓൾറൈറ്റ്, ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ? നമ്മളിപ്പം ഇതിനകത്ത് നോക്കി ഇത് കണ്ടുപിടിച്ച് ഇവിടെ ഇത് വെച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കില്ല. ചാർട്ട് ഇങ്ങനെ കിടപ്പുണ്ട്, ഇഷ്ടംപോലെ കിടപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മളുടെ ഫൈൻഡിങ്സ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് മാർക്കറ്റിനെ മനസ്സിലാക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ ക്വാളിറ്റി തന്നെ വീണ്ടും റിപ്പീറ്റഡ്ലി വരുമ്പോൾ നമ്മൾ അതിനകത്ത് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേനും കുറേ എണ്ണം ഞാൻ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഓർഡർ ബ്ലോക്ക് അല്ല, ഓർഡർ ബ്ലോക്കാണ്, ഏതാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട്. അല്ലാതെ നമ്മൾ ഈ ചാർട്ട് കാണാതെ പഠിച്ച് മുഴുവനും വെച്ച് കറക്റ്റ് ഇവിടെ വരുമ്പോഴത്തേനും എൻട്രി എടുത്തിട്ട് അങ്ങനെ പോകാന്നുള്ളതല്ല. ഓൾറൈറ്റ്, സോ നമ്മൾ നോക്കുക എൻട്രി എന്താണ് സംഭവിക്കുന്നത്. സി നെക്സ്റ്റ് 2 ക്യാൻഡിലിനെ കൊണ്ട് പ്രൈസിൻ്റെ ആക്ടിവിറ്റി കണ്ടോ. അടുത്ത ക്യാൻഡിൽ സി എവിടം വരെ പ്രൈസ് നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും 32 പോയിന്റ് മുകളിൽ ഈ ഒരു സ്വിംഗ് സ്ട്രക്ചറിൻ്റെ ഹൈ വരെയും പ്രൈസ് വന്നു. റൈറ്റ്, അപ്പം അങ്ങനെ പ്രൈസിൻ്റെ ആ ഒരു മൊമെൻറ്റം എന്ന് പറയുന്നത് ചില്ലറ മൊമെൻറ്റം ആണോ ഇവിടെ വന്നാക്കുന്നതെന്ന് നോക്കി. ആ തിരിച്ച് വന്നാക്കുന്നത് സി എവരിബഡി ഈസ് ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേന് എല്ലാവരും ഇവിടെ നോക്കിയിരിക്കുകയാണ് അല്ലേ. അൺമിറ്റിഗേറ്റഡ് ഓർഡർ ബ്ലോക്ക് ഈസ് മിറ്റിഗേറ്റഡ് ആൻഡ് പ്രൈസ് ഫ്ലൈ അല്ലേ, അല്ലെങ്കിൽ ഫ്ലൂ എന്ന് പറയാൻ പറ്റും നമുക്ക് അല്ലേ. ഫ്ലൈയുടെ പാസ്റ്റ് ടെൻസ് അല്ലേ ഫ്ലൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രൈസ് നേരെ അങ്ങോട്ട് പറന്നുപോയി. ഓൾറൈറ്റ്, സോ നമ്മളെ സംബന്ധിച്ച് ഓർഡർ ബ്ലോക്ക് ഇറ്റ് വാസ് എ വാലിഡ് ഓർഡർ ബ്ലോക്ക്. സോ വാട്ട് ഹാപ്പൻഡ്, നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഏരിയ കണ്ടുപിടിച്ചു. നമ്മൾ അവിടെ നോക്കിയിരുന്നു, അവിടുത്തെ പ്രൈസ് ആക്ഷൻ നമ്മുടെ ക്ലബ് ചെയ്തതിന് ശേഷം നമ്മൾ മുന്നോട്ട് പോയി. സോ നെക്സ്റ്റ് ഡേയിൽ പ്രൈസ് വരുവാണ്. ഓൾറൈറ്റ്, ഇവിടെ പ്രൈസ് ആക്ടിവിറ്റി വീണ്ടും തുടങ്ങി. അടുത്ത പ്രൈസ് ഇങ്ങ് വന്നു കഴിയുമ്പോഴത്തേന് ഒരു വലിയ ക്യാൻഡിൽ ഫോം ചെയ്ത് ഇൻസൈഡ് ക്യാൻഡിലായി. അപ്പോൾ പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്താണ് വരേണ്ടത്? പ്രൈസ് താഴോട്ട് വന്നിട്ട് മുകളിലേക്ക് പോകില്ല, താഴോട്ട് വന്നിച്ച് മുകളിലേക്ക് പോകുമ്പം ഈ ഇൻസൈഡ് ആയിട്ട് വരരുത്. പ്രൈസ് ഈ ഒരൊറ്റ ക്യാൻഡിലിൽ ഈ പ്രീവിയസ് ക്യാൻഡിൽ മുകളിലോട്ട് പോയതിന് ശേഷം താഴോട്ട് പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ട് അവിടെ ഇംബാലൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യം തൊട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടുത്തെ ആക്ടിവിറ്റി എന്താണ്? പ്രൈസ് ആദ്യത്തെ ഫസ്റ്റ് ക്യാൻഡിൽ ദിസ് വൺ പ്രൈസ് ഇങ്ങനെ വരുന്നു അല്ലേ, താഴേക്ക് വരുന്നു, താഴോട്ട് വന്നു, അതിനുശേഷം എന്ത് ചെയ്തു? പ്രൈസ് നേരെ മുകളിലോട്ട് കയറി പോകുന്നു. അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്തു? ഇങ്ങനെ വരുന്നു, പിന്നെയും പ്രൈസ് ഇങ്ങനെ വരുന്നു, പിന്നെ ഇങ്ങനെ വരുന്നു, ഇങ്ങനെയാണ് പോകുന്ന പ്രൈസ് അല്ലേ. ഇവിടുന്നാണ് പ്രൈസ് തുടങ്ങിയാക്കുന്നത്. സോ നമ്മളെ സംബന്ധിച്ച് ഇവിടുന്ന് പ്രൈസ് തുടങ്ങി ഇവിടെ ഇങ്ങനെ താഴോട്ട് വന്നിട്ട് ഇങ്ങനെയല്ല പ്രൈസ് പോകേണ്ടത്. നമ്മളെ സംബന്ധിച്ച് പ്രൈസ് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ വന്നെങ്കിൽ പ്രൈസ് ഇങ്ങനെ പോകണമായിരുന്നു. ഒരൊറ്റ ക്യാൻഡിലല്ലേ അത് മുകളിലോട്ട് പോകണം. അതിനുശേഷം പ്രൈസ് പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യുന്നു, പിന്നെ ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യുന്നു, പുൾ ബാക്ക് മാർക്ക് ചെയ്യുന്നു, അൺമിറ്റിഗേറ്റഡ് ആണോ നോക്കുന്നു, അതിനുശേഷം കറക്റ്റ് ഓർഡർ ബ്ലോക്ക് ആണോ ഇല്ലയോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. റൈറ്റ്, ഈ ഒരു കേസിൽ നമ്മളെ സംബന്ധിച്ച് ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് ഓർഡർ ബ്ലോക്ക് അവിടെ മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇൻസൈഡ് ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ആക്ടിവിറ്റി ഇൻസൈഡാണ്. പ്രൈസ് ആക്ഷൻ എപ്പോഴും എന്താണ്? നമ്മൾ ഈ ലെക്ചർ തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്? ഇതായിരിക്കണം ആക്ടിവിറ്റി. റൈറ്റ്, അതല്ലേ ഒരു പ്രോപ്പർ ഒരു ഹെൽത്തി മാർക്കറ്റിൻ്റെ സൈൻ എന്ന് പറയുന്നത് അതല്ലേ. അപ്പോൾ അവിടെ നമ്മൾ നോക്കുകയാണ് ആ ഹെൽത്തി മാർക്കറ്റിൽ അങ്ങനെ ഉണ്ടോ എന്ന് നോക്കുകയാണ്. റൈറ്റ്, അപ്പോൾ ഇവിടെ നോക്കട്ടെ എന്ത് സംഭവിച്ചു. ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും നോക്കുകയാണ്. വെരി ഗുഡ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് സംഭവിച്ചു? ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു, അതിനുശേഷം പ്രൈസ് മുകളിലോട്ട് പോകുന്നു. അപ്പം ഹെൽത്തി സൈനാണ്, ഒരു ഇത് വരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്ത് സംഭവിച്ചു? ഇതായിരുന്നു ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ എന്ന് പറയുന്നത് അല്ലേ. അതിനുശേഷം പ്രൈസിൻ്റെ ആക്ടിവിറ്റി നോക്കി, പ്രൈസ് ഒരൊറ്റ ക്യാൻഡിൽ തന്നെ മുകളിലോട്ട് പോയി, ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ആക്ച്വലി ദിസ് ഈസ് നോട്ട് എ പുൾ ബാക്ക് സിനാരിയോ. ഈവൻ ദെൻ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഈ ഓർഡർ ബ്ലോക്കിൻ്റെ കൺസെപ്റ്റ് കിടക്കുന്നതുകൊണ്ട് നമുക്കിതിനെ പുൾ ബാക്ക് എന്ന് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. ബിക്കോസ് ഈ പ്രൈസിൻ്റെ ആക്ടിവിറ്റി ഏകദേശം ഒരു നല്ലൊരു മൂവ്മെൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇത് ആക്ച്വലി പുൾ ബാക്ക് അല്ല ആക്ച്വലി. റൈറ്റ്, പ്രൈസ് ഇതിന് ശേഷം ഇതൊരു പുൾ ബാക്ക് ആയിരുന്നു. ഇത് കണ്ടോ,
പ്രോപ്പർ പുൾ ബാക്ക് ആയിരുന്നത്, അത് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്. അപ്പം ഇവിടെ പ്രൈസ് അതിന് ശേഷം മുകളിൽ പോയതിന് ശേഷം ആ സെയിം ക്യാൻഡിൽ തന്നെ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തു. ആ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ക്യാൻഡിൽ ഇതിന് മുകളിൽ സ്ട്രക്ചറിൻ്റെ മുകളിൽ ക്രോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കണ്ടോ, പ്രോപ്പറാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എല്ലാവരും ചെയ്ത് നോക്കുമ്പോഴത്തേന് കാണാൻ പറ്റും. ഇതുണ്ടോ, ഇവിടെ നോക്കി ഈ ലൈൻ ഇതിലേ പോകുമ്പോഴത്തേന് അതിന് മുകളിലല്ല ടച്ച് ചെയ്തേക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേന് അതുകൊണ്ടാണ് പ്രൈസ് ഇവിടെ ഈ പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്ത് ടച്ച് ചെയ്തതിന് ശേഷം പ്രൈസ് നേരെ തിരിച്ച് ഹൈ മൊമെൻറ്റത്തിൽ പോകുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇവിടെ ഓർഡർ ബ്ലോക്ക് ഇത് ഒരു വാലിഡ് ഓർഡർ ബ്ലോക്ക് ആണോ? അതെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ നമ്മൾ ഓർഡർ ബ്ലോക്ക്. അപ്പോൾ ഈ ഓർഡർ ബ്ലോക്ക് ഇനി എന്താണ് സംഭവിക്കുന്നത്? ലിക്വിഡിറ്റി എഞ്ചിനീയർ 2 പ്രാവശ്യം ലിക്വിഡിറ്റി എഞ്ചിനീയർ മേ ബി 3 പ്രാവശ്യം ക്രിയേറ്റ് ചെയ്യും. അതൊക്കെ മാർക്കറ്റിൻ്റെ പരിപാടികളാണ്. അതൊക്കെ 3 പ്രാവശ്യം 4 പ്രാവശ്യം 10 പ്രാവശ്യമൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നിരിക്കുക, അതൊന്നും ഒരു പ്രശ്നമല്ല. എങ്കിൽ പോലും എന്താണ്, ഓർഡർ ബ്ലോക്കെ മിറ്റിഗേറ്റ് ചെയ്യണം. മിറ്റിഗേറ്റ് ചെയ്യുമ്പോഴത്തേനും എല്ലാ ബയേഴ്സും എക്സിറ്റ് ആയിക്കോളും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണ്, ഇനി പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്തിരിക്കുന്ന ലിക്വിഡിറ്റി ലൂസിങ് പൊസിഷൻ എന്താ പറയുന്നത്, ഈ ഒരു പോക്കിനകത്ത് ലൂസിങ് പൊസിഷൻസ് ഹാസ് ടു ബി ക്ലോസ്ഡ് ഔട്ട് ആൻഡ് ഫ്രഷ് ലിക്വിഡിറ്റി ഹാസ് ടു ബി ക്രിയേറ്റഡ് അല്ലേ. ഫ്രഷ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേനും എക്സിസ്റ്റിംഗ് ലിക്വിഡിറ്റി ഹാസ് ടു ബി ക്ലിയർഡ് ഔട്ട്, ഫ്രഷ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യണം. വാലിഡ് ഓർഡർ ബ്ലോക്ക് ആയതുകൊണ്ട് ഈ ഓർഡർ ബ്ലോക്ക് ഹാസ് ടു ബി മിറ്റിഗേറ്റഡ് അല്ലേ. ഇത് മിറ്റിഗേറ്റഡ് ഓർ പെനിട്രേറ്റഡ് വാട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ് ഹാസ് ടു ബി പ്രൈസ് ഇതിൻ്റെ അടുത്ത് വന്നിരിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുന്നത് പ്രൈസ് എഞ്ചിനീയർ ചെയ്യാൻ വരുന്നുണ്ടോ ഇല്ലയോ നമ്മൾ നോക്കുകയാണ്. പ്രൈസ് എഞ്ചിനീയർ ചെയ്യാൻ വരുന്നുണ്ടോ, വീണ്ടും പ്രൈസ് അവിടുന്ന് മുകളിലോട്ട് പോവുക. റൈറ്റ്. ഓൾ റൈറ്റ്. ഓക്കെ. അപ്പം ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു ഹൈ ഫോർമേഷൻ നമ്മൾ കണ്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ ഇവിടെയും ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക, നല്ലൊരു സ്ട്രക്ചറാണ്. അപ്പോൾ അതിൻ്റെ ബോട്ടം ലെവൽ ഇവിടെ വന്നിരിക്കുന്ന പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നോക്കുമ്പോൾ എന്താണ്, നമ്മളെ സംബന്ധിച്ച് ഇതില്ല, ഓർഡർ ബ്ലോക്ക് പ്ലേസ് ചെയ്യപ്പെട്ടിട്ടില്ല. ബിക്കോസ് അവിടെ ഒരു ഇംബാലൻസ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടില്ല. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഇതായിരുന്നു അവിടുത്തെ ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഓർഡർ ബ്ലോക്ക് ആണോ? അതെ. ബിക്കോസ് ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ട് ഇതും പുൾ ബാക്ക് ആണെന്ന് നമുക്ക് പറയാം. ബിക്കോസ് ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലിനൊപ്പം തന്നെ കയറി വന്നിട്ടുണ്ട്. സോ ഇതൊരു പുൾ ബാക്ക് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇത് നമ്മളെ സംബന്ധിച്ചൊരു പുൾ ബാക്കാണ്. അപ്പോൾ ഇതും നമ്മളെ സംബന്ധിച്ചൊരു ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, ഇത് നമ്മളെ സംബന്ധിച്ചൊരു ഓർഡർ ബ്ലോക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കുന്നത് ഈ എഞ്ചിനീയർ ഈ ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്ത് വെച്ചേക്കുന്നത് ഇത് രണ്ടും അടുത്തടുത്തായതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്, ഇതിനെ ഒപ്പം പ്രൈസ് ഈ ഓർഡർ ബ്ലോക്ക് വരുമ്പോഴത്തേനും ഇത് പെനിട്രേറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് അതിന് അടുത്തോട്ട് പ്രൈസ് വരുമ്പോൾ നമ്മളൊന്ന് നോക്കിയാൽ മതി, എന്താണ് അതിൻ്റെ ആക്ടിവിറ്റി വരാൻ പോകുന്നതെന്നുള്ളത് നമ്മൾ നോക്കുക. സോ പ്രൈസ് പോയി, ഓക്കെ വരുന്നുണ്ട്. സോ ഇവിടെ വന്നു. ഇനി എന്താണ്, ഇവിടെയാണ് ഓർഡർ ബ്ലോക്ക്. ഇത് നമ്മുടെ ലിക്വിഡിറ്റിയുടെ ലൈനാണ് അല്ലേ. ഇത് ലിക്വിഡിറ്റി, അത് പുൾ ബാക്കിൻ്റെ ലൈനായിരുന്നു. മിറ്റിഗേറ്റഡ് പുൾ ബാക്കാണ്. പക്ഷേ അന്നേരം അവിടെ മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും അവിടെ ഓർഡർ ബ്ലോക്ക് ഉള്ളതുകൊണ്ട് ഇവിടെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇതിന് ബോട്ടം എന്താണെങ്കിലും ലിക്വിഡിറ്റി ഉണ്ട്. റൈറ്റ്. ഇല്ല, ഇതിന് ബോട്ടം ലിക്വിഡിറ്റി എന്തെങ്കിലും ഉണ്ട്. ബിക്കോസ് 2 പ്രാവശ്യം ഇവിടെ ലിക്വിഡിറ്റി പൂൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഓർഡർ ബ്ലോക്കും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി പ്രൈസിൻ്റെ ആക്ടിവിറ്റി നമ്മൾ വീണ്ടും താഴ്ത്ത് നോക്കുകയാണ്, എങ്ങോട്ടാണ് വരുന്നത് നോക്കാം. സോ നമ്മുടെ ഓർഡർ ബ്ലോക്ക് പെനിട്രേറ്റ് ചെയ്തു. റൈറ്റ്. അപ്പം ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, മിറ്റിഗേറ്റ് ചെയ്യാത്ത ഓർഡർ ബ്ലോക്ക് ഇവിടെ ഓൾറെഡി കിടപ്പുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഓർഡർ ബ്ലോക്ക് കിടക്കുന്നതുകൊണ്ടാണ് ആദ്യത്തെ സെക്കൻഡറി ഓർഡർ ബ്ലോക്ക് റെസ്പെക്റ്റ് ചെയ്യാത്തത്. നമ്മൾ ആദ്യത്തെയാണ് പ്രൈമറി എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് വെച്ചിരിക്കുന്ന ഓർഡർ ബ്ലോക്കാണ്, അത് മിറ്റിഗേഷൻ നടന്നിട്ടില്ല. അതുകൊണ്ടാണ് അത് എന്താ പറയുന്നത്, റെസ്പെക്റ്റ് ചെയ്യാതെ അത് ഡീപ്പ് പെനിട്രേഷൻ നടക്കുന്നത്. ബിക്കോസ് എന്തുകൊണ്ടാണ്, അവിടെ ഓർഡർ ബ്ലോക്കും ഉണ്ടായിരുന്നു, അവിടെ ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഓൾറെഡി പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ലിക്വിഡിറ്റി ഫ്രഷ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് വെച്ചിരിക്കുന്ന ഏരിയയാണ് അല്ലേ. അപ്പോൾ ലോട്ട് ഓഫ് ലിക്വിഡിറ്റി ഉണ്ട് അവിടെ. അപ്പം ഈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഓർഡർ ബ്ലോക്ക് ഒരിക്കലും റെസ്പെക്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മളെപ്പോഴും നോക്കേണ്ടത് ലിക്വിഡിറ്റി പുൾ ബാക്ക് ഫ്രഷ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പുൾ ബാക്ക് സ്വീപ്പ് ചെയ്തിട്ട് മേളിലേക്ക് പോയതിന് ശേഷം വീണ്ടും ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അൺമിറ്റിഗേറ്റഡ് ഓർഡർ ബ്ലോക്ക് അതിൻ്റെ തൊട്ടടുത്താകാനും ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഇച്ചിരി ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കുക. അപ്പോൾ ആ താഴത്തെ ഓർഡർ ബ്ലോക്കിലോട്ട് പ്രൈസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. ഓൾ റൈറ്റ്. സോ ഇനി നമ്മൾ നോക്കുന്നത് പ്രൈസ് നെക്സ്റ്റ് ക്യാൻഡിൽ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പം അടുത്ത ക്യാൻഡിൽ അടുത്ത ക്യാൻഡിൽ വന്നു കഴിയുമ്പോഴത്തേനും നമ്മളുടെ ഈ ഒരു ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിലിൻ്റെ ഓർഡർ ബ്ലോക്കിൽ ടച്ച് ചെയ്തോ ഇല്ല, മിറ്റിഗേറ്റ് ചെയ്തില്ല. സോ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുക, ഒരു ക്യാൻഡിലും കൂടെ നോക്കുക.
സോ ഇറ്റ് ഈസ് മിറ്റിഗേറ്റഡ്, റൈറ്റ്. ഇമ്മീഡിയറ്റ്ലി പ്രൈസിൻ്റെ റിയാക്ഷൻ കണ്ടോ എങ്ങോട്ടാണെന്നുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേനും ഇവിടെ പ്രൈസ് ഇവിടെ ട്രേഡ് ചെയ്ത് ഇറങ്ങി വരുമ്പോഴത്തേനും ഇൻക്രീസ്ഡ് വോളിയം ഇവിടെ നടക്കുന്നുണ്ടോ കണ്ടോ ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ മുകളിൽ നമുക്ക് എന്താണെങ്കിലും അതിൻ്റെ അടുത്തോട്ട് നമുക്ക് പ്രൈസ് വരും. ബിക്കോസ് വോളിയം ആസ് പെർ വോളിയം ഡിസ്കൗണ്ടിങ് എന്താണ് ഇവൻച്വലി പ്രൈസ് ഹാസ് ടു ഡിസ്കൗണ്ട് അപ്പ് ആൻഡ് ഡൗൺ അല്ലേ. അപ്പോൾ അതാണ് അതിനകത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പം പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വാച്ച് ചെയ്യേണ്ടതാണ്. ഈ ഏരിയ മാർക്ക് ചെയ്ത് നമ്മൾ വെച്ചിരുന്നു കഴിഞ്ഞാലും ആ സമയത്തെ പ്രൈസിൻ്റെ ആക്ടിവിറ്റി ബ്ലൈൻഡായിട്ട് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പം നമുക്ക് ടാർഗറ്റ് കാണണം അല്ലേ. നമ്മൾ ഓർഡർ ബ്ലോക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേനും ഇവിടെ ഇംബാലൻസ് കിടപ്പുണ്ട് ടാർഗറ്റിന് വേണ്ടിയിട്ട്, ടാർഗറ്റ് ലെവൽ ഇംബാലൻസ്. അതൊരു പർട്ടിക്കുലർ ഹൈ വോളിയം ക്യാൻഡിലാണ്. സോ ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ഇവിടം വരെ നമുക്ക് എൻട്രിക്ക് വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ആക്ടിവിറ്റി കാണുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ഇമ്മീഡിയറ്റ്ലി യൂസ് ചെയ്യുക ടാർഗറ്റ് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഇവിടം വരെ നമ്മൾ എൻട്രിക്ക് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നു, റൈറ്റ്. 25 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ചെറിയൊരു 25 പോയിന്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ ഓർഡർ ബ്ലോക്കിൻ്റെ ഏരിയ എന്ന് ക്രോസ് ചെയ്ത് പോകുന്ന അടുത്ത ക്യാൻഡിൽ ഇങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്ത് കളയാം ട്രേഡിൽ നിന്ന്. അപ്പോൾ നോക്കാം എന്ത് വന്നു. അത് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർഡർ ബ്ലോക്കിൻ്റെ ഇത് വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെയും ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു അല്ലേ. പക്ഷേ അതിനുശേഷം അത് ലിക്വിഡേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസിൻ്റെ ആക്ടിവിറ്റി ഉണ്ട്. ഒരൊറ്റ ക്യാൻഡിലെ തന്നെ പ്രൈസ് മുകളിലോട്ട് പോകുന്നു അല്ലേ. നമ്മൾ ആ ഒരു സ്റ്റോപ്പ് ലോസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്, നമ്മൾ മാർക്കറ്റിൽ നമ്മൾ ഫുള്ളി കവർ ഓർഡറും എല്ലാം ഇട്ട് പ്ലേസ് ചെയ്ത് കറക്റ്റായിട്ട് അങ്ങനെ വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് മാർക്കറ്റ് ട്രിഗർ ചെയ്തുകൊണ്ട് പോകും. ബിക്കോസ് ദേ നോ വേർ യു ആർ പ്ലേസിങ് ദ ഓർഡേഴ്സ് അല്ലേ. അപ്പോൾ നമ്മൾ ഇതെല്ലാം എക്സ്പീരിയൻസ് ബിൽഡപ്പ് ചെയ്യുന്ന ലൈവ് ട്രേഡിങ്ങിൽ കൂടെ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത് എങ്ങനെയായിരിക്കും കറക്റ്റായിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് ക്യാൻഡിൽ എന്ത് പറ്റി കണ്ടോ, അതിനുശേഷം ഇമ്മീഡിയറ്റ്ലി പ്രൈസ് റിവേഴ്സൽ കണ്ടോ അതിൻ്റെ ആ ഓർഡർ ബ്ലോക്കിൻ്റെ ഏരിയയിൽ വന്നു കഴിയുമ്പോഴത്തേനും. അപ്പോൾ ഇവിടുത്തെ ഓർഡർ ബ്ലോക്കിൻ്റെ ഏരിയയിലേക്ക് വരുമ്പോഴത്തേനും ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്. ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഹ്യൂജ് ഓർഡേഴ്സ് അവിടെ പെൻഡിങ് കിടക്കുക എന്നുള്ളതല്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ മണ്ടത്തരം അല്ലേ. നിങ്ങളുടെ മനസ്സിലെല്ലാം ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഹ്യൂജ് ഓർഡേഴ്സ് ആർ ലൈങ് ഇൻ ദിസ് പർട്ടിക്കുലർ ഏരിയ എന്നുള്ളതല്ല. അവിടെ ഒരു ഓർഡർ ബ്ലോക്ക് അവിടെ ആ ഒരു ഏരിയയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് ഏരിയ എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും എന്താണ് പറ്റുന്നത്, ലോട്ട് ഓഫ് ഈ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കാണുമ്പം എല്ലാവരും സെല്ലിംഗ് പൊസിഷനിലേക്ക് ട്രിഗർ ചെയ്യുമ്പോഴത്തേനും ഇമ്മീഡിയറ്റ്ലി എന്താണ് ചെയ്യുന്നത്, ഇമ്മീഡിയറ്റ്ലി ഹ്യൂജ് ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് ആണ് പിന്നെ അങ്ങോട്ട് വരുന്നത്. ഒരൊറ്റ ബൈയിങ് ആണ് ഇവിടെ മുഴുവനും ഇട്ടിരിക്കുന്ന ഓർഡേഴ്സ് എല്ലാം അപ്പോഴത്തേനെ കംപ്ലീറ്റ്ലി കളക്റ്റഡ് ആവും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, പ്രൈസ് മുഴുവൻ താഴ്ത്തു പോകും. ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും, മനസ്സിലായോ. ആ ഒരു ഏരിയയിൽ നമ്മൾ ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് ആണ് അവിടെ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിനകത്തെ കാര്യം. അപ്പോൾ വീണ്ടും പ്രൈസ് എന്ത് പറ്റി, വീണ്ടും പ്രൈസ് ആ നമ്മളുടെ ഓർഡർ ബ്ലോക്കിൻ്റെ ഏരിയയിലേക്ക് വീണ്ടും പ്രൈസ് വന്ന് ഇത് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും പ്രൈസിൻ്റെ ആക്ടിവിറ്റി നോക്കുക. അതിനുശേഷം ആ പ്രൈസിൻ്റെ ആക്ടിവിറ്റി വീണ്ടും സെക്കൻഡ് ടൈം ഓൾസോ പ്രൈസ് വീണ്ടും സെയിം ഏരിയയിൽ നിന്ന് റിവേഴ്സിൽ വന്നേക്കുന്നതുണ്ടോ. സോ ഇവിടെ പ്രൈസ് എന്തുകൊണ്ടാണ് ഇവിടെ വീണ്ടും വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഓർഡർ ബ്ലോക്കിൻ്റെ ഏരിയയിലേക്ക് പ്രൈസ് വീണ്ടും വന്നിട്ട് റിവേഴ്സ് ചെയ്ത് പോകുന്നതിൻ്റെ കാര്യം എന്താണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരാണോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ വീണ്ടും പ്രൈസ് അവിടെ വരുമ്പോൾ ഈ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ വീണ്ടും ബൈ ചെയ്യും, അത്രേ ഉള്ളൂ, സിമ്പിൾ. അതിനുശേഷം പ്രൈസിൻ്റെ ആക്ടിവിറ്റി വളരെ ഫാസ്റ്റായിട്ട് വീണ്ടും മുകളിലോട്ട് വീണ്ടും എഞ്ചിനീയർ ചെയ്യും ലിക്വിഡിറ്റി, അണ്ടർസ്റ്റുഡ്. അപ്പം ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചാർട്ടിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഓർഡർ ബ്ലോക്കിൻ്റെ കൺസെപ്റ്റ് പ്രകാരം നമ്മൾ അതെല്ലാം മനസ്സിൽ നിന്ന് എടുത്ത് കളയുക. അതിനുശേഷം നമ്മളത് പ്രോപ്പറായിട്ട് നമ്മളിതിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഓൾറൈറ്റ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിലായിരിക്കണം ഇതിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇനി വീണ്ടും പ്രൈസ് നേരെ മുകളിലോട്ട് പോകുന്നു. മുകളിലോട്ട് പോകുക താഴോട്ട് പോകുക എന്തെങ്കിലും ചെയ്യട്ടെ. ഓൾറൈറ്റ്. ഓക്കെ. വീണ്ടും പ്രൈസ് ആക്ടിവിറ്റി. സോ ഇവിടുത്തെ ആക്ടിവിറ്റി പ്രകാരം നമുക്ക് അവിടെ എന്തെങ്കിലും ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യാൻ പറ്റുമോ, ഇല്ല. പ്രൈസ് താഴോട്ട് വന്നിട്ട് ഒറ്റ ക്യാൻഡിലും 2 ക്യാൻഡിലും പ്രൈസ് മുകളിലോട്ട് പോവുകയാണ്. പക്ഷേ ഇൻസൈഡ് ക്യാൻഡിലിൽ തന്നെയാണ് അത് നിൽക്കുന്നത് അല്ലേ. ഇവിടെ ഇത് ഇൻസൈഡ് ക്യാൻഡിലിനകത്താണ് പ്രൈസിൻ്റെ ആക്ടിവിറ്റി ഡീവിയേറ്റഡ് പ്രൈസ് ആക്ഷൻ താഴോട്ടല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ നമുക്ക് ഓർഡർ ബ്ലോക്കായിട്ട് മാപ്പ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇവിടെ നമ്മൾ പ്രൈസ് നേരെ താഴോട്ട് മുകളിലോട്ട് താഴോട്ട് എല്ലാം പോയി. ഓൾറൈറ്റ്. ഇവിടെ ഓർഡർ ബ്ലോക്ക് വന്നിട്ടുണ്ടോ, ഇല്ല. എന്തുകൊണ്ടാണ് ഓർഡർ ബ്ലോക്ക് ഇല്ലാത്തതിൻ്റെ കാര്യം, ബിക്കോസ് പ്രൈസ് താഴെ വന്നു വെച്ച് നേരെ മുകളിലോട്ട് പോയി. നമ്മളുടെ ആ ഒരു ആദ്യമേ ഞാൻ പറഞ്ഞ ക്വാളിറ്റിയിലുള്ള പ്രൈസ് ആക്ഷൻ അല്ല അവിടെ നടക്കുന്നത്. സോ നമ്മളിവിടെ ഇരുന്ന് ഓർഡർ ബ്ലോക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഫോഴ്സ്ഫുള്ളി നമ്മൾ ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ, ഒരു കാര്യമില്ല. ഓക്കെ. നൗ പ്രൈസ് വീണ്ടും താഴോട്ട് ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നോ, ഒന്നുമില്ല അവിടെ. സോ പ്രൈസ് വീണ്ടും അതിഗംഭീരമായിട്ട് താഴേക്ക് പോകുന്നു. ഓൾറൈറ്റ്. അപ്പം വീണ്ടും നമ്മൾ നോക്കുകയാണ് ഓർഡർ ബ്ലോക്ക് വരുന്നുണ്ടോ. പ്രൈസ് ഇവിടെ മുകളിലോട്ട് വന്നു. ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യാറായോ, ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ ഫൈൻഡ് ഔട്ട് ചെയ്തു, റൈറ്റ് അല്ലേ. ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടോ, ഇല്ല. സോ ഓർഡർ ബ്ലോക്ക് ഈ ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിലിനകത്ത് നമ്മൾ ഓർഡർ ബ്ലോക്ക് ആണോ, പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടോ. ഇനി പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് അതൊരു ഓർഡർ ബ്ലോക്ക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടോ. പുൾ ബാക്ക് ഈസ് നേരത്തെ ഞാൻ എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. സോ ഇത് പുൾ ബാക്ക് ആണോ, ഇത്
ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമ്മൾ ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. ഇവിടെ പ്രൈസ് ആക്ഷൻ എന്താണ് വന്നിരിക്കുന്നത്? പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ സോ പ്രൈസ് ഇതുപോലെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഈ ക്യാൻഡിന് ശേഷം ഇത് പുൾ ബാക്ക് ആയതിനെ എങ്ങനെ വരണം? പ്രൈസ് ഇങ്ങനെ മുകളിലോട്ട് പോകണമായിരുന്നു, അതിനുശേഷം നേരെ പ്രൈസ് ഇങ്ങനെ വരണം. ഇങ്ങനെ താഴ്ത്തായിട്ട് വരുവാണെങ്കിൽ ഇത് ഓർഡർ ബ്ലോക്ക് ആയിപ്പോയേനെ. നമ്മളുടെ ഈ കേസിൽ ഇവിടെ ഇത് പുൾ ബാക്ക് ആണോ? ഇത് പുൾ ബാക്ക് അല്ല. പ്രൈസ് എന്താണ് പറ്റുന്നത്? പ്രൈസ് നേരെ ഇങ്ങനെ പോയിട്ട് നേരെ താഴ്ത്ത് പോരുന്നു അല്ലേ. അപ്പോൾ അത് പുൾ ബാക്ക് ആണോ? അല്ല. സോ പുൾ ബാക്കിൻ്റെ ലെസൺസ് വീണ്ടും പോയി നിങ്ങൾ കാണണം കേട്ടോ. അപ്പം മാത്രമേ ഇതിനകത്തൊക്കെ നമുക്കൊരു ഇതുള്ളൂ. സോ ഈസ് ദിസ് എ വാലിഡ് ഓർഡർ ബ്ലോക്ക്? നോ, ദിസ് ഈസ് നോട്ട് ആൻ ഓർഡർ ബ്ലോക്ക് അല്ലേ. ഇത് നമ്മളെ സംബന്ധിച്ച് ഓർഡർ ബ്ലോക്ക് ആണോ? അല്ല. അപ്പോൾ ഓർഡർ ബ്ലോക്ക് അല്ലാത്തതുകൊണ്ട് നമ്മളവിടെ എന്താ പറയുന്നത്, നമ്മളവിടെ ഭയങ്കരമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കണം. വേണ്ട, പ്രൈസ് അതിൻ്റെ വഴിക്ക് പോട്ടെ. അപ്പോൾ നമ്മൾ നോക്കുകയാണ് അടുത്ത പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കുകയാണ്. ഒന്ന് നോക്കുന്നുണ്ടോ? ഓർഡർ ബ്ലോക്ക് ആണോ? അത് അല്ല. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നു. സോ ഇവിടെ നമ്മൾ ഈ ആക്ടിവിറ്റി കഴിഞ്ഞപ്പോഴത്തേനും എന്ത് സംഭവിക്കും? അതെല്ലാം പോട്ടെ, നമ്മൾ പ്രീവിയസ്ലി മാർക്ക് ചെയ്തെല്ലാം ഡിലീറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ വന്നു, റൈറ്റ്. ലാസ്റ്റ് നമുക്കിവിടെ സെല്ലിംഗ് ക്യാൻഡിൽ വന്നു. അപ്പോൾ ഈ സെല്ലിംഗ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്താണ്? സെല്ലിംഗ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത ശേഷം പ്രൈസ് നേരെ മുകളിലോട്ട് പോകണം. അതിനുശേഷം പ്രൈസ് എന്ത് പറ്റി? ഈ സെല്ലിംഗ് ക്യാൻഡിലകത്തോട്ട് വീണ്ടും ഇറങ്ങി വന്നു. സോ അവിടെ എന്ത് പറ്റി? ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ ഈസ് മിറ്റിഗേറ്റഡ് ഓർ ദ ഓർഡർ ബ്ലോക്ക് വിച്ച് ഈസ് അബൌട്ട് ടു ബി ക്രിയേറ്റഡ് ഹാസ് മിറ്റിഗേറ്റഡ് എന്ന് വേണം കണക്കാക്കാൻ അല്ലേ. ഓൾറെഡി ഓർഡർ ബ്ലോക്ക് ക്രിയേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്, ആണോ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടോ? ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. സോ പ്രൈസ് ഉണ്ടോ? ഇത് പുൾ ബാക്ക് ആണോ? ആക്ച്വലി പുൾ ബാക്ക് ക്യാൻഡിലാണ്, പക്ഷേ പ്രൈസ് എങ്ങോട്ടാണ് പോകുന്നത്? താഴ്ത്ത് വരുന്നത്. അപ്പോൾ ഇത് പുൾ ബാക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇറ്റ്സ് നോട്ട് എ പുൾ ബാക്ക്. സോ ഇത് ഓർഡർ ബ്ലോക്ക് ആണോ? അല്ല. സോ ദിസ് ഈസ് നോട്ട് എ ഓർഡർ ബ്ലോക്ക്. അപ്പോൾ നമ്മൾ വീണ്ടും നോക്കുക. സോ പ്രൈസ് അവിടെ വന്നു റിവേഴ്സ് ചെയ്തു അല്ലേ. ഇവിടെ ഒന്ന് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഓർക്കരുത് ഇത് വാലിഡ് ഓർഡർ ബ്ലോക്ക് ആയതുകൊണ്ടാണ് അത് റിവേഴ്സ് ചെയ്തു എന്ന് നമ്മൾ വിചാരിക്കരുത്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഫീച്ചർ പ്രകാരം എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കാണേണ്ടത്? ഒന്ന്, ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ ഐഡൻറ്റിഫൈ ചെയ്യണം. രണ്ട്, പ്രൈസ് ആക്ഷൻ നേരെ വൺ സൈഡിലേക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യണം. പോയിരിക്കുന്നതിനകത്ത് ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഹയർ ഹൈയുടെ താഴെ പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കണം. പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതിൻ്റെ അടിയിൽ അവിടെ ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്ത് പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത് എന്ന് പറയുന്നത് അല്ലേ. ഇങ്ങനെ താഴോട്ട് വന്നിട്ട് ഇങ്ങനെ മുകളിലോട്ട് പോകുമ്പോൾ ഇവിടെ പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവിടെ ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്തിട്ടുണ്ട്. സോ ഈ ഓർഡർ ബ്ലോക്ക് ആകുന്നത് ഇതിനെ മിറ്റിഗേറ്റഡ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാതിരിക്കും. അതിനെ മിറ്റിഗേറ്റഡ് അല്ലാത്ത ഇതിനെ ഈ എഞ്ചിനീയർ ചെയ്തിരിക്കുന്ന ലിക്വിഡിറ്റി ഇതിനെ ഈ ഓർഡർ ബ്ലോക്കിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ വരുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു ദ ട്രേഡ് ആൻഡ് എക്സിറ്റിംഗ് സംവെയർ ഓൺ ദ ഹൈ. അങ്ങനെയാണ് അതിൻ്റെ പരിപാടി. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഫീച്ചറിൽ നമുക്ക് മാർക്കറ്റിനെ കാണാൻ പറ്റണം അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ബേസ് ലെവൽ ലെക്ചറാണിത്. സോ ഞാൻ ആദ്യമേ നമ്മൾ ഇത് കണ്ടോ ഓർഡർ ബ്ലോക്ക് ആണെന്ന് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വല്ല കാര്യമുണ്ടോ? ഇറ്റ്സ് നോട്ട് ആൻ ഓർഡർ ബ്ലോക്ക്. എല്ലാ ഓർഡർ ബ്ലോക്കും പോയി, എല്ലാ സംഭവം പോയി. സോ മാർക്കറ്റ് എന്ന് പറയുന്നത് സച്ച് എ കോംപ്ലിക്കേറ്റഡ് തിങ് അല്ലേ. അപ്പോൾ നമ്മൾ അതിനകത്ത് ആ പ്രിസിഷൻ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പം ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേനാണ് മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി ഓരോന്നായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ഓർഡർ ബ്ലോക്ക് അല്ലായിരുന്നു. വീണ്ടും അടുത്തത് ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ വന്നു. ഇവിടെ ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ ഇത് വന്നു, റൈറ്റ്. ഓർഡർ ബ്ലോക്ക് ആണോ? ഡീവിയേറ്റഡ് പ്രൈസ് ആക്ഷൻ, മിറ്റിഗേറ്റഡ് അല്ലേ. ഇതല്ലേ ഇവിടെ കിടന്നെല്ലാം മിറ്റിഗേറ്റ്. സോ ഇവിടെ നമ്മൾ ഓർഡർ ബ്ലോക്ക് നോക്കണോ? ഒന്നും നോക്കണ്ട അല്ലേ. ഓർഡർ ബ്ലോക്കും ഇല്ല, ഒന്നുമില്ല. സോ ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. അപ്പോൾ നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്മൾ നോക്കുക, എങ്ങനെയാണ് അടുത്ത ആക്ടിവിറ്റി വരുന്നതെന്ന് നോക്കുക. അപ്പോൾ പ്രൈസ് നേരെ മുകളിലേക്ക് പോകുന്നു അല്ലേ. ഇവിടെ പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടോ, ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. പ്രൈസിന് മുകളിലോട്ട് ഇനി പോകണം. അപ്പം അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടെന്ന് കൺഫർമേഷൻ എടുക്കാൻ പറ്റും. സോ അവിടെ വന്നോ? ക്രിയേറ്റ് ചെയ്യപ്പെട്ടോ? ഇല്ല, പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടില്ല, പ്രൈസ് മുകളിലേക്ക് പോയില്ല. സോ നെക്സ്റ്റ് താഴോട്ട് വരുന്നു. അപ്പോൾ അതും ഓർഡർ ബ്ലോക്ക് അല്ല. കണ്ടോ? സോ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്? ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, ഇറ്റ്സ് എ ഹ്യൂജ് ഓർഡർ പമ്പ്ഡ് ഇൻ ദ മാർക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കണ്ടുപിടിച്ചുകൊണ്ട് ഇതൊരു വാലിഡ് ഓർഡർ ബ്ലോക്ക് ആണോ? അല്ല. അപ്പം നമ്മൾ അപകടത്തിൽ ചെന്ന് വീണ്ടും ചാടുകയാണ്. ഇറ്റ്സ് നോട്ട് ആൻ ഓർഡർ ബ്ലോക്ക്. അപ്പം അതിനുശേഷം എന്താണ്? നമ്മളിത് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നത്? ഇത് നമ്മൾ എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കിയെടുക്കുന്നത്. സോ നെക്സ്റ്റ് പ്രൈസ് അല്ലേ. പ്രൈസ് ഇവിടെ വന്നിരിക്കുന്നു. പ്രൈസ് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേന് എന്ത് സംഭവിച്ചു? ഇത് നോക്കി, ഇതായിരുന്നു ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ അല്ലേ. അപ്പോൾ ഇവിടെ ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്തു, റൈറ്റ്. സോ ചെറിയ എൻട്രീസ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലുണ്ട് അല്ലേ. അപ്പോൾ ഇതിനകത്ത് എൻട്രി എവിടെ എടുക്കണം, അല്ലെങ്കിൽ ഫെയിൽ ആകുന്ന ഓർഡർ ബ്ലോക്ക് നമുക്ക് എവിടെ എങ്ങനെയെല്ലാം എടുക്കണം എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും അതിൻ്റെ പ്രൈസ് ആക്ഷൻ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേനും യു വിൽ ഗെറ്റ് ഐഡിയ അല്ലേ, എങ്ങനെയാണ് അതിനെപ്പറ്റി മനസ്സിലാക്കുന്നത് എന്നുള്ളത് നമുക്ക് പിടികിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി പ്രൈസ് മുകളിലോട്ട് പോകുന്നുണ്ട്. അതിനുശേഷം ഇത് ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്തിട്ടുണ്ട്. ഇതൊരു പുൾ ബാക്ക് ആയിരുന്നു അല്ലേ. ക്ലിയർ ഫോർമേഷൻ ഓഫ് പുൾ ബാക്ക് ആണ്. ആക്ച്വലി ലിക്വിഡിറ്റി എഞ്ചിനീയർ ആ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ തന്നെ നോക്കിക്കേ എന്താണ് എല്ലാ ക്വാളിറ്റിയും ഉണ്ട്. ഇവിടെ പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് വൺ ക്യാൻഡിലെ തന്നെ പ്രൈസിൻ്റെ ആക്ടിവിറ്റി ഉണ്ട്. എന്ത് മൊമെൻറ്റ് വരുന്നത്? ഒരൊറ്റ സിംഗിൾ ക്യാൻഡിലെ അപ്സൈഡ് വന്നു കഴിഞ്ഞു. അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്തു? സോ ഇതെന്ന് പറയുന്നത് ഒരു മിനിയേച്ചർ സ്ട്രക്ചറിൻ്റെ ഓർഡർ ബ്ലോക്കാണ്. സോ ഇവിടുത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആ പാടെ ഇത്ര ഓളിയോ നടന്നിട്ടുള്ളൂ അല്ലേ. സോ ഇതൊരു പ്രോപ്പർ ഓർഡർ ബ്ലോക്ക് ഫോർമേഷൻ ആണോ ആ പാടെ? അതുകൊണ്ട്
500-645 വോളി കണ്ടോ, ഇവിടെ വോളി നോക്കിക്കോ, കണ്ടോ 500-645, ആ പടം 2-3 മില്യൺ സംഭവം നടന്നിട്ടുള്ളൂ. സോ ഇറ്റ്സ് നോട്ട് ഓർഡർ ബ്ലോക്ക് അല്ലേ. അവിടെ കുറച്ചുകൂടെ ഒരു ക്വാണ്ടിറ്റി അക്യുമുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമ്മൾ അവിടെ ഓർഡർ ബ്ലോക്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കരുത്. സോ അത് പെനിട്രേറ്റ് ചെയ്തു, അതിനുശേഷം പ്രൈസ് വീണ്ടും പോവാണ്. സോ ഇനി ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ മാർക്കറ്റിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും എന്താണ് ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ ഏതാണ്? ഈ റെഡ് ക്യാൻഡിലാണ് അല്ലേ. ഈ റെഡ് ക്യാൻഡിലാണ് നമ്മുടെ ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. അതിനുശേഷം പ്രൈസ് ഒരു ക്യാൻഡിൽ വൺ ആഫ്റ്റർ അനദർ മുന്നോട്ട് പോവാണ്. ഇവിടെ പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ പർട്ടിക്കുലർ ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റഡ്. സോ മിറ്റിഗേറ്റഡ് ഓർഡർ ബ്ലോക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതുകൊണ്ട് വല്ല യൂസും ഉണ്ടോ? ഒരു യൂസും ഇല്ല. ലീവ് ഇറ്റ്, ഇറ്റ്സ് നോട്ട് എ വാലിഡ് ഓർഡർ ബ്ലോക്ക്. ഫിനിഷ്. നെക്സ്റ്റ്. സോ നെക്സ്റ്റ് വന്നു കഴിയുമ്പോഴത്തേനും പ്രൈസ് ഇവിടെ വന്നു. ഇത് നമ്മളെ സംബന്ധിച്ച് വാലിഡ് ഓർഡർ ബ്ലോക്ക് അല്ല. സോ നമ്മൾ അതിനെപ്പറ്റി നമ്മൾ പറയേണ്ട കാര്യമില്ല. സോ നെക്സ്റ്റ് നമ്മൾ വീണ്ടും നോക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത്. പ്രൈസ് പോകുന്ന പോക്കണ്ടോ, ഇറ്റ്സ് നോട്ട് എ വാലിഡ് ഓർഡർ ബ്ലോക്ക്. ദാറ്റ്സ് വാട്ട് ഐ എം ടെല്ലിങ് യു. അതുകൊണ്ടാണ് പ്രൈസ് ഇങ്ങനെ താഴോട്ട് പോകുന്നത്. അപ്പോൾ അടുത്തത്, ബിക്കോസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സസൈസ് വീണ്ടും താഴോട്ട് വരുന്നു. സോ ഇതാണ്ട വരുന്നു വീണ്ടും. സോ വീണ്ടും പ്രൈസ് വന്നു. പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടോ? ഇല്ല. ഇവിടെ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടോ? ഇല്ല. ഓർഡർ ബ്ലോക്ക് ആണോ? മാപ്പ് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? നമ്മൾ പ്രൈസ് ആക്ഷൻ ചുമ്മാ നമ്മൾ ഇതിനകത്ത് നോക്കിയിരിക്കുമ്പോൾ യു ആർ ഗെറ്റിംഗ് അല്ലേ, മനസ്സിലാകുന്നില്ലേ? അപ്പോൾ അടുത്തത്. സോ നെക്സ്റ്റ് ഇവിടെ വന്നു. ഓർഡർ ബ്ലോക്ക് ഉണ്ടോ? ലാസ്റ്റ് സെല്ലിംഗ് ആയിട്ടില്ല. പ്രൈസ് എങ്ങോട്ടാണ് വരുന്നത്? താഴോട്ട് വരുന്നത്. ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഓർഡർ ബ്ലോക്കിനകത്ത് കയറിയിരുന്നു മിറ്റിഗേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇംബാലൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇസ് ഇറ്റ് യൂസ്ഫുൾ? നോ, ഇറ്റ് ഇസ് നോട്ട്. ഇറ്റ് ഈസ് യൂസ്ലെസ്. അണ്ടർസ്റ്റുഡ്? സോ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. സോ പ്രൈസ് നേരെ മുകളിലോട്ട് പോകുന്നു. സോ വീണ്ടും പ്രൈസ് മുകളിലോട്ട് വരുന്നു. സോ ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഇവിടെ വന്നിട്ട് ഇവിടെ ഓർഡർ ബ്ലോക്ക് പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ടല്ലേ പ്രൈസ് ഇത്ര മൊമെൻറ്റത്തിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഇതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യം തന്നെ. ആദ്യം ഞാൻ എന്താണ് പറഞ്ഞത്? നമ്മൾക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ട്രേഡിംഗ് സെറ്റപ്പിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിനകത്ത് certain ക്വാളിറ്റീസ് കാണുമ്പോൾ മാത്രമേ വി വിൽ ബി ഐഡൻറ്റിഫൈയിങ് ദിസ് ഈസ് എ വാലിഡ് ഓർഡർ ബ്ലോക്ക്, അല്ലെങ്കിൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഇന്ന കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ ഞാൻ അതിനെ മാപ്പ് ഔട്ട് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ അതിനകത്ത് കറക്റ്റായിട്ട് പുൾ ബാക്ക് കാണണം, ഹൈ ഫോർമേഷൻ വന്നുകൊണ്ടിരിക്കണം, ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്യണം, ആ ലിക്വിഡിറ്റി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ അൺമിറ്റിഗേറ്റഡ് ഓർഡർ ബ്ലോക്കിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മൾ എൻട്രി എടുക്കുന്നു. അപ്പോൾ നമ്മൾ വോളിയം നോക്കുന്നു. മനസ്സിലായോ? സോ ഇറ്റ്സ് നോട്ട് എ കോംപ്ലക്സ് ആക്ടിവിറ്റി, ബട്ട് ഇറ്റ്സ് റീഡിങ് ദ പ്രൈസ് ആക്ഷൻ അല്ലേ. റീഡിങ് ദ പ്രൈസ് ആക്ഷൻ എങ്ങനെയാണ് ആക്ച്വലി മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ആണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിനകത്ത് ഒരു മിസ്റ്റർ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ, ഒരു മിസ്റ്റർ ഫൈസൽ മുഹമ്മദ്, അപ്പം പറഞ്ഞു ഇങ്ങനെ ഓർഡർ ബ്ലോക്കിൻ്റെ കൺസെപ്റ്റ് ഒന്ന് പഠിപ്പിക്കാവോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഇമെയിൽ അയച്ചു, ഇതും വന്നു, ഒരു കമൻറ്റും വന്നു. അപ്പോൾ എനിക്ക് തോന്നി നമുക്ക് ഓർഡർ ബ്ലോക്കിനെ ബേസ് ചെയ്തിട്ട് ഒരു ട്രേഡ് സെറ്റപ്പിനകത്തോട്ട് നോക്കാം. അപ്പം ഇതിനകത്ത് മനസ്സിലാക്കണം, നിങ്ങൾ ഓരോരുത്തരും ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആക്ച്വലി ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓർഡർ ബ്ലോക്കിനെ മാത്രം ബേസ് ചെയ്തിട്ട് വി വിൽ നോട്ട് ബി ഗെറ്റിംഗ് ഇൻ ടു ദ ട്രേഡ്, ബട്ട് യു ഹാവ് ടു ക്ലബ് സം അതർ കൺഫർമേഷൻസ്. ഈ കൺഫർമേഷൻസ് ക്ലബ് ചെയ്യുക എന്ന് പറയുന്നത്, ലുക്ക് ഇൻ ടു ദ വോളിയം, ലുക്ക് ഇൻ ടു ദ ചാർട്ട്, വാട്ട് ഇസ് ദ പ്രൈസ് ആക്ഷൻ, വാട്ട് ഇസ് ദ നരേറ്റീവ് ഓഫ് ദ മാർക്കറ്റ്, ഈസ് ഇറ്റ് ക്രിയേറ്റിംഗ് ഹയർ ഹൈ ഹയർ ലോ, ഇങ്ങനത്തെ സെറ്റപ്പ് ആണോ അത് വന്നുകൊണ്ടിരിക്കുന്നത്, അവിടെ പുൾ ബാക്ക് ആണോ, പുൾ ബാക്ക് മിറ്റിഗേഷന് വേണ്ടിയിട്ടാണോ മാർക്കറ്റ് വരുന്നത്. അണ്ടർസ്റ്റുഡ്? ലോട്ട് ഓഫ് തിങ്സ് ആർ ദെയർ. സോ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഓൾ ദോസ് തിങ്സ്. അതിനാണ് ഈ 308 വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പ്രൈസ് ആക്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് മനസ്സിലാകും. ഈ പ്രൈസ് ആക്ഷൻ മനസ്സിലാകാതെ നമുക്ക് ഇതിനകത്ത് ട്രേഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റത്തില്ല. പ്രൈസ് ആക്ഷൻ മനസ്സിലാകുന്നതിൻ്റെ ഇതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്. അല്ലാതെ ഇവിടെ എല്ലാവരും എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ പ്രൈസ് ഇവിടെ സെല്ലർ വന്നു, അവിടെ ബയർ വന്നു, ഉടനെ ബയേഴ്സ് എല്ലാം കൂടെ സെല്ലേഴ്സിനെ നമ്മൾ പിടിച്ച് മുകളിലോട്ട് കയറ്റിക്കൊണ്ട് പോകും, പിന്നെ താഴോട്ട് കയറ്റി ഇറക്കിക്കൊണ്ട് പോകുന്നു. ഇറ്റ്സ് നോട്ട് പ്രൈസ് ആക്ഷൻ. വാട്ട് നോൺസെൻസ് ആർ ദോസ് പീപ്പിൾ ടോക്കിംഗ്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇതൊന്നും അല്ല പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്. ഈ ക്യാൻഡിൽ സ്റ്റിക്ക് പ്രിൻറ്റഡ്, ഈ ക്യാൻഡിൽ സ്റ്റിക്ക് ഇവിടെ വൺ ആഫ്റ്റർ അനദർ ഈസ് പ്രിൻറ്റിംഗ് വാട്ട്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ വോളിയം, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എന്താണ്? 2 ആക്ടിവിറ്റി ഇവിടെ ഉള്ളൂ, എക്സ്ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് അല്ലേ, പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി. ഈ 2 ആക്ടിവിറ്റി മാത്രമേ ഉള്ളൂ ഈ മാർക്കറ്റിനകത്ത്. അതിനെയാണ് ഇതിന് മാത്രമായിട്ട് കോംപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റിക്കകത്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ ഫ്ലോ മെക്കാനിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഇൻ സച്ച് എ വേ: ലിക്വിഡിറ്റി പൂൾ ക്രിയേഷൻ, ലിക്വിഡേഷൻ ഇഞ്ചക്ഷൻ, എഞ്ചിനീയറിംഗ് ലിക്വിഡിറ്റി, ക്ലിയറിംഗ് ഇറ്റ് ഓഫ്, ആൻഡ് യു ഗെറ്റ് ഇൻ ടു ദ ട്രേഡ്. യു അണ്ടർസ്റ്റാൻഡ് ദ മാർക്കറ്റ് ഡൈനമിക്സ്. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഇന്നത്തെ ലെക്ചർ 1 മണിക്കൂർ 10 മിനിറ്റോളമായി. എനിവേ, കുറേയധികം കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ പറ്റി. നിങ്ങളുടെ കമൻസാണ് എൻ്റെ ഊർജ്ജം. ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ഇവിടെ കമൻസ് വളരെ കുറവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പതുക്കെ വീഡിയോസ് വരത്തുള്ളൂ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, ഇപ്പം ഞാനൊരു ബേസ് ലെവൽ ലെക്ചറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഐ നോ ഇറ്റ് ഇസ് സം ഹൗ ഡിഫിക്കൽട്ട് ഫോർ യു അണ്ടർസ്റ്റാൻഡ്. അപ്പം അതിനെ ഇച്ചിരൂടെ എന്നാ പറയുന്നത്, അത് ഒരു 10 പ്രാവശ്യം കേട്ട് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് അത് സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ പറ്റും. എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളൊരു 10 പ്രാവശ്യം കേൾക്കണം അല്ലേ. ഞാൻ 1 മണിക്കൂർ നേരെ ഇരുന്നത് ലെക്ചർ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ ഓരോരുത്തർ മനസ്സിലാക്കണം. നിങ്ങൾ 4 മണിക്കൂർ നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിൻ്റെ ലോജിക്ക് കിട്ടത്തുള്ളൂ. വൺസ് യു സീ ഇറ്റ് ദെൻ യു കനോട്ട് അൺസീ ഇറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിനകത്തെ ബേസിക് ആയിട്ടുള്ള കാര്യം. സോ എത്ര കോംപ്ലക്സ് ആണ് മാർക്കറ്റ്. അപ്പോൾ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള മാർക്കറ്റിനെ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത് വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കി എടുക്കുകയാണ്. സോ ദിസ് ഈസ് എ വാലിഡ് ഓർഡർ ബ്ലോക്ക്.
അവിടെ പ്രൈസ് വരുവാണെങ്കിൽ ഞാൻ അവിടെ എൻട്രി ചെയ്യണോ വേണ്ടയോ ബേസ്ഡ് ഓൺ വോളിയം, ബേസ്ഡ് ഓൺ പ്രൈസ് ആക്ഷൻ, ദിസ് സിമ്പിൾ തിങ് അല്ലേ. അപ്പം ഈ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മുഴുവൻ വീഡിയോകളും നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കണം. അങ്ങനെ പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രേഡിംഗ് പഠിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ കുറേ ഈ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ പാറ്റേണോ അതിനെ ബേസ് ചെയ്തിട്ടൊന്നും അല്ല മാർക്കറ്റിൻ്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ വോളിയം, ഇറ്റ്സ് ബേസ്ഡ് ഓൺ പ്രൈസ് എക്സ്ചേഞ്ച് അല്ലേ, ക്വാണ്ടിറ്റി എക്സ്ചേഞ്ച്, സിമ്പിൾ. അപ്പോൾ ഇന്നത്തെ ലെക്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.